നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഹിസ്റ്ററീസ് ആൻഡ് റിവർ ഓഫ് ഡൗട്ട് ഭാഗം 6. അങ്ങനെ 1914 മാർച്ച് മാസം 17-ാം തീയതി പ്രഭാതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ആ ഒരു പ്രഭാതത്തിൽ ഇവർ ഉറക്കം ഉണർന്നത് യാതൊരു പ്രതീക്ഷകളും ഇല്ലാതെ തന്നെയാണ്. ഇവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ 21 ആളുകൾ മാത്രമാണ് ഉള്ളത്. സിംപ്ലിസിയോ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ട് കഴിഞ്ഞു. അത് പോരാഞ്ഞിട്ട് 4 വള്ളങ്ങൾ മാത്രമാണ് ഇപ്പോഴുള്ളത്. 21 ആളുകൾ, 4 വള്ളങ്ങൾ, അതിലേറെ ചരക്കുകൾ ഇവർക്ക് കൊണ്ടുപോകാനുണ്ട്. ചുരുക്കത്തിൽ എല്ലാവർക്കും കൂടി ഇനി ഈ വള്ളങ്ങളിൽ, തോണികളിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുമോ എന്നറിയില്ല. ഇനി കരയിലൂടെ പോകാമെന്ന് വെച്ചാലോ, നമ്മൾ ഇപ്പോഴും സിന്താലാർഗകൾ എന്ന് വിളിക്കുന്ന ഗോത്ര നിവാസികൾ അന്നത്തെ സമയത്ത് ഇവരെ ഷാഡോ ചെയ്യുന്നുമുണ്ട്. അതുകൊണ്ട് ആ ഒരു ഭയത്തിൽ ഇവർക്ക് ഈ കരയിലൂടെ സഞ്ചരിക്കാനും ബുദ്ധിമുട്ടാണ്. ഇനി പഴയതുപോലെ വള്ളം നിർമ്മിക്കാമെന്ന് വെച്ചാലോ, എല്ലാ മരങ്ങളിൽ നിന്നും വള്ളം നിർമ്മിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് പറ്റുന്ന ഈ വള്ളങ്ങൾ നിർമ്മിക്കാൻ പറ്റുന്ന മരങ്ങളൊന്നും ആ ഒരു ഭാഗത്ത് ഇല്ലതാനും. ചുരുക്കത്തിൽ ഇവർക്ക് ഇനി പുറകോട്ട് പോകാൻ പറ്റില്ല, മുൻപോട്ട് പോയേ പറ്റൂ. അതായത് സംഘത്തെ ഇനി 2ആയിട്ട് വിഭജിക്കാനായിട്ടാണ് ഹോണ്ടോൺ തീരുമാനമെടുക്കുന്നത്. ഈ വഞ്ചികൾ നല്ലതുപോലെ തുഴയാനായിട്ട് അറിയാവുന്ന ആളുകൾ, അവർ മാത്രം, വളരെ കുറച്ച് ആളുകൾ, അവർ മാത്രം ഈ തോണികളിൽ മുന്നോട്ട് പോകട്ടെ. ബാക്കിയുള്ള ആളുകൾ, നല്ല കായികശേഷിയും ആരോഗ്യമൊക്കെ ഇപ്പോഴുള്ള ആളുകൾ ഈ കാട്ടിലൂടെ ഈ തീരങ്ങൾ വഴി തീരത്തോട് ചേർന്നെങ്കിലും നടന്ന് ഈ തുഴയുന്ന ആളുകളുടെ ഒപ്പം സഞ്ചരിച്ച് മുന്നോട്ട് പോകട്ടെ. രണ്ടും ഒരേ വേഗതയിൽ പോവില്ല. ആദ്യം ആരാണോ നല്ലൊരു തമ്പടിക്കാൻ പറ്റിയ സ്ഥലത്ത് എത്തിച്ചേരുന്നത് അവരവിടെ കാത്തു നിൽക്കുക, ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അങ്ങനെ ഈ സംഘത്തെ ഹോണ്ടോൺ 2ആയിട്ട് വിഭജിക്കുകയാണ്. ഇങ്ങനെ 2ആയിട്ട് വിഭജിക്കുമ്പോൾ ഇവരുടെ ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. കാരണം ഇവർക്ക് നേരത്തെ 21 ആളുകൾ ഒരുമിച്ചുണ്ട്, ആ ഒരു സംഘബലം ഇവർക്കുണ്ട്, അത് ആത്മവിശ്വാസമേകും. പക്ഷെ ഇപ്പോൾ ഇവർ 2ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിലുണ്ടാകുന്ന ആ കോൺഫിഡൻസ് അത് വളരെ കുറയും. അതൊരു വലിയ പ്രശ്നമാണ്. കാട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്, 10-13 പേര് മാത്രമാണ് കാട്ടിലൂടെ സഞ്ചരിക്കാനായിട്ട് തയ്യാറാവുന്നത്, അല്ലെങ്കിൽ അതിനുള്ള ആരോഗ്യമുള്ളൂ. റൂസ്വെൽറ്റിന് നല്ല പനിയുണ്ട്, അതുകൊണ്ട് അങ്ങനെയുള്ള വയ്യാത്ത ആളുകളെല്ലാം ഈ വഞ്ചികളിലാണ് സഞ്ചരിക്കുന്നത്. എന്താണെങ്കിലും അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് അവർക്ക് തങ്ങുവാനായിട്ട് യാതൊരുവിധ ചാൻസും ഇല്ല. അതുകൊണ്ട് അവിടെ നിന്ന് മുന്നോട്ട് പോയേ പറ്റുകയുള്ളൂ. അങ്ങനെ തുഴയാനായിട്ട് അറിയാവുന്ന നല്ല തുഴച്ചിലുകാരായിട്ടുള്ള ബ്രസീലിയൻസ്, പിന്നെ റൂസ്വെൽറ്റ്, കുറച്ച് വയ്യാത്ത ആളുകൾ, നടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ, അങ്ങനെ കുറച്ച് പേര് തോണികളിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ആകെ 4 വഞ്ചികളാണ് ഉള്ളത്. അതിൽ 2 കൂട്ടിക്കെട്ടിട്ട് 2 ബാൽസകൾ ഉണ്ടാക്കിയിട്ട്, അതായത് ചെങ്ങാടം പോലെ ആക്കിയ ശേഷമാണ് ഇവർ യാത്ര തുടരുന്നത്. ബാക്കി ഏതാണ്ട് ഒരു 13 പേരാണ് കാൽനടയായിട്ട് ഈ കാട്ടിലൂടെ സഞ്ചരിക്കാനായിട്ട് തീരുമാനമെടുത്തത്. ഹോണ്ടോൺ, കെർമിറ്റ്, ലിറ, പിന്നെ ഷെറി, ഇങ്ങനെയുള്ള ആളുകളെല്ലാം നടക്കുവാൻ തീരുമാനമെടുത്തു. പക്ഷെ റൂസ്വെൽറ്റിന് വയ്യാതെ ഇരിക്കുന്നത് കൊണ്ട് വഞ്ചിയിലാണല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കഷ് സൈറ അദ്ദേഹത്തിന്റെ കൂടെ വഞ്ചിയിൽ കയറുകയും ചെയ്തു. ഈ നടന്നു പോകുന്ന ആളുകളിൽ മിക്ക ആളുകളുടെയും കാൽപാദങ്ങൾ പൊട്ടിക്കീറിയിട്ടുണ്ട്, നല്ല വ്രണങ്ങളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന തുണികളൊക്കെ കാലിൽ ചുറ്റിക്കെട്ടിയിട്ടാണ്. മുമ്പ് നമ്മൾ പറഞ്ഞതാണ്, പല ആളുകൾക്കും ഷൂസോ ചെരുപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് കാൽ ഇനിയും മുറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കാലുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് കെട്ടിയ ശേഷമാണ് ഇവർ നടക്കുവാൻ തുടങ്ങിയത് തന്നെ. ഇങ്ങനെ കാട്ടിലൂടെ നടക്കുന്നത് കൊണ്ട് പ്രത്യക്ഷത്തിൽ ഒരു ഗുണം ഉള്ളത്, ഇവർക്ക് നേരത്തെ നദിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടെ ഇറങ്ങേണ്ടി വരുമായിരുന്നു. പക്ഷെ ഇവിടെ ഇവർ കാട്ടിൽ കൂടെ തന്നെ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ കൂട്ടത്തിൽ ഹണ്ടിങ്ങും നടക്കും. അറിയാമല്ലോ, ഇവരുടെ കയ്യിൽ ഭക്ഷണം തീരാറായി, ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഭക്ഷണം മാത്രമേ ഉള്ളൂ. ഭക്ഷണ പൊതികൾ, ടിന്നുകൾ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഹോണ്ടോൺ ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കുന്ന ഭക്ഷണം, റേഷൻ സമ്പ്രദായം, 2 നേരം വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കാട്ടിൽ നിന്ന് എന്ത് കിട്ടിയാലും ഇവർക്ക് സന്തോഷമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് ഇവർ ചുറ്റിനും നോക്കി എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ നോക്കിയാണ് കാട്ടിലൂടെ നടക്കുന്ന ആ ഒരു 13 പേര് നടന്നുകൊണ്ടിരുന്നത്. നമ്മുടെ കാഞ്ചിതോ ഹോണ്ടോൺ, ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ ആമസോൺ വനത്തിലൂടെ നടക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ തന്റെ അനുഭവത്തിൽ നിന്ന് 4 കാര്യങ്ങൾ ഇവരുടെ കണ്ണിൽ പെടാൻ സാധ്യതയുണ്ട്. ആ 4 കാര്യങ്ങൾ നോക്കി നടക്കുവാൻ വേണ്ടിയിട്ടാണ് ഹോണ്ടോൺ ഇവരോട് ആവശ്യപ്പെട്ടത്. 1, തേൻകൂടുകൾ. ആമസോൺ വനത്തിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് തേനും തേൻകൂടുകളും ഒക്കെ. അതുകൊണ്ട് അത് നോക്കി നടക്കുവാനായിട്ട് ഇദ്ദേഹം ആദ്യമേ ഇവരോട് പറഞ്ഞു. 2, മിൽക്ക് ട്രീ. സൊർവ് അല്ലെങ്കിൽ സൊർവീനിയ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു മരമാണിത്. ഈ മരത്തിൽ കോടാലി കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ പാല് വരുന്നത് പോലെ, റബ്ബർ മരത്തിൽ നിന്ന് പാല് പുറത്തേക്ക് ചാടുന്നത് പോലെ തന്നെ വെളുത്ത ലാറ്റക്സ് ഈ ഒരു മരത്തിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ മിൽക്ക് ട്രീയിൽ നിന്ന് കിട്ടുന്ന ലാറ്റക്സ് നമുക്ക് കുടിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഏതാണ്ട് പശുവിൻ പാല് പോലിരിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. റൂസ്വെൽറ്റ് പറയുന്നത് ഇദ്ദേഹം കുടിച്ച് നോക്കിയിട്ട് പാല് പോലൊക്കെ തന്നെ ഇരിക്കും, പക്ഷെ രുചിയൊന്നുമില്ല, നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ വേണമെങ്കിൽ കുടിക്കാം, അത്രയേ ഉള്ളൂ എന്നാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ നാക്കിൽ ചെറുതായിട്ട് ഒട്ടൽ നമുക്ക് അനുഭവപ്പെടും. എന്നാൽ ഇതിന്റെ പഴങ്ങൾ
കഴിക്കുവാനായിട്ട് സ്വാദുള്ള പഴങ്ങളാണ് എന്നാണ് പറയുന്നത്. വിദേശികൾ വരുന്നതിന് മുമ്പ് തെക്കേ അമേരിക്കയിലെ ആളുകൾ ഈ മിൽക്ക് ട്രീ കൃഷി ചെയ്യുന്ന പതിവ് ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഈ മിൽക്ക് ട്രീയിൽ നിന്ന് കിട്ടുന്ന ഈ ലാറ്റക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആ ലാറ്റക്സ് ചൂയിങ്ങം, പിന്നെ ഐസ്ക്രീമുകൾ, അങ്ങനെയുള്ള സാധനങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഹോണ്ടോൺ ഇവരോട് നോക്കുവാൻ ആവശ്യപ്പെട്ടത് പനകളാണ്. തെക്കേ അമേരിക്കൻ വനങ്ങളിൽ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളിൽ ഒന്നാണ് ഈ പനകൾ. സത്യത്തിൽ ഈ പനകൾ ഇവർക്ക് കിട്ടിയിട്ട് എന്താണ് കാര്യം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഈ ഒരു സാധനം കഴിച്ചിട്ടുണ്ടാവണം. എന്നാൽ ചിലർ ഒരിക്കലും കഴിച്ചിട്ടുണ്ടാവില്ല. ഹെർട്ട് ഓഫ് പാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു സാധനം, തെങ്ങിന്റെ മണ്ട. തെക്കേ അമേരിക്കയിൽ ഇതിന് പാൽമിറ്റോ എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടില് ഓരോ ജില്ലയിലും ഇതിന് വെവ്വേറെ പേരുകളാണ് ഉള്ളത്. ചക്കരക്കുടം, തെങ്ങിന്റെ മണ്ട അല്ലെങ്കിൽ കണ്ട, തെങ്ങിന്റെ തലച്ചോറ്, കൂമ്പ്, കുറുമ്പ്, തെങ്ങിന്റെ ചങ്ക്, കരിമ്പ്, ചോറ് എന്നിങ്ങനെ പല പേരുകളിലാണ് ഇത് അറിയപ്പെടുന്നത്. നമ്മളൊരു തെങ്ങ് വെട്ടി നിലത്തിട്ട ശേഷം അതിന്റെ മുകൾ ഭാഗം അത് പൊളിച്ച് എടുത്തു കഴിയുമ്പോഴേക്കും ഏറ്റവും ഉള്ളിൽ വെളുത്ത് നീളത്തിൽ കിട്ടുന്ന ആ ഒരു സാധനം, അതിനെയാണ് നമ്മൾ പാൽമിറ്റോ അല്ലെങ്കിൽ ഹെർട്ട് ഓഫ് പാം എന്ന് വിളിക്കുന്നത്. ഈ പറയുന്ന ചക്കരക്കുടം, തെങ്ങിന്റെ മണ്ട എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സാധനം പലരും കഴിച്ചിട്ടുണ്ടാവും. നല്ല രുചിയുള്ള ഒരു സാധനമാണ്. ഇത് തെങ്ങിന് മാത്രമല്ല, ഈ രീതിയിൽ തെങ്ങിനും പനയ്ക്കും ഒക്കെ ഈ ഹെർട്ട് ഓഫ് പാം എന്ന് പറയുന്ന ഈ ഒരു സാധനം ഉണ്ട്. പക്ഷേ ഒരു കാര്യം ഓർക്ക്, ഒരു തെങ്ങ് വെട്ടിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് നീളത്തിൽ മാത്രമാണ് നമുക്ക് ഈ പാൽമിറ്റോ അല്ലെങ്കിൽ ഹെർട്ട് ഓഫ് പാം, ചക്കരക്കുടം എന്നൊക്കെ പറയുന്ന തെങ്ങിന്റെ മണ്ട കിട്ടുന്നത്. അതുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒട്ടനവധി തെങ്ങുകളും പനകളും ഒക്കെ നമ്മൾ വെട്ടേണ്ടി വരും. അതുകൊണ്ട് തന്നെ കോടീശ്വരന്മാരുടെ സാലഡ് എന്നുള്ള പേരിൽ, മില്ലിനേഴ്സ് സാലഡ് എന്നൊരു പേരും കൂടെ ഈ ഒരു പാൽമിറ്റോയ്ക്ക്, ഹെർട്ട് ഓഫ് പാമിന് ഉണ്ട്. ഈ ഹെർട്ട് ഓഫ് പാമും തെങ്ങിന്റെ പൊങ്ങും തമ്മിൽ മാറിപ്പോകരുത്. തെങ്ങിന്റെ പൊങ്ങ് എന്ന് വിളിക്കപ്പെടുന്നത് മൂപ്പെത്തിയ അല്ലെങ്കിൽ ഇപ്പോൾ മുളയ്ക്കാറായി നിൽക്കുന്ന ആ ഒരു തേങ്ങയിൽ നിന്നും അകത്തു നിന്ന് കിട്ടുന്ന ആ വെളുത്ത പദാർത്ഥമാണ് പൊങ്ങ് എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് ഹെർട്ട് ഓഫ് പാം, രണ്ടും രണ്ടാണ്. ഇവിടെ നമ്മുടെ ഹോണ്ടോണും കൂട്ടരും അന്വേഷിക്കുന്നത് അസൈ പാം എന്ന് വിളിക്കപ്പെടുന്ന ഒരു പ്രത്യേക രീതിയിലുള്ള അല്ലെങ്കിൽ വർഗത്തിൽപ്പെട്ട ഒരു പനയാണ്. ഇതിന്റെ ഹെർട്ട് ഓഫ് പാം മാത്രമല്ല കഴിക്കാൻ കൊള്ളാവുന്നത്, ഇതിന്റെ കായ്കൾ, ബെറികൾ, അസൈ ബെറി എന്ന് വിളിക്കപ്പെടുന്ന കായ്കൾ, അതും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനമാണ്. ഇനി നാലാമത് ഇവർ അന്വേഷിക്കുന്നത് നമ്മൾ മുൻ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ബ്രസീൽ നട്ട്. ഈ ഒട്ടനവധി ആമസോൺ പര്യവേഷകരെ, ആമസോൺ വനത്തിൽ പെട്ടുപോകുന്ന ആളുകളെ പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു സാധനമാണ്, ഒരു മരമാണ് ഈ ബ്രസീൽ നട്ട് ട്രീ. ഈ ബ്രസീൽ നട്ട് മരം ആമസോൺ വനങ്ങളിൽ ഏറ്റവും ഉയരത്തിൽ വളരുന്ന അല്ലെങ്കിൽ വലിയ ഒരു വൃക്ഷം തന്നെയാണ്. അത് മാത്രമല്ല ഇതിന് നല്ല ആയുസാണ്. ഏതാണ്ട് 500 വർഷത്തിന് മുകളിലാണ് ഈ ബ്രസീൽ നട്ട് ട്രീകളുടെ ആയുസ്. ഏതാണ്ട് 2 കിലോയോളം ഭാരമുള്ള വലിയൊരു കായയാണ് ഈ ബ്രസീൽ നട്ട് മരത്തിനുള്ളത്. ഇതിനകത്താണ് ശരിക്കുള്ള ബ്രസീൽ നട്ട്സ് ഉള്ളത്, ഏതാണ്ട് 24 എണ്ണം. ഇത് പൊട്ടിക്കുവാനായിട്ട് വളരെ പ്രയാസമുള്ള ഒരു സാധനമാണ്. നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതാണ്, വെള്ളപ്പൊക്ക കാലത്ത് ഈ ബ്രസീൽ നട്ട് മരങ്ങൾ, അകത്ത് വളരുന്ന ബ്രസീൽ നട്ട് മരങ്ങളുടെ ഈ നട്ട്സ്, ഈ കായകൾ കഴിക്കുവാൻ വേണ്ടിയിട്ട് മീനുകൾ ആ ഒരു ഭാഗത്തേക്ക് എത്തുകയും ഇത് കഴിക്കുവാൻ പാകത്തിൽ കൂർത്ത പല്ലുകളുള്ള മീനുകളാണ് ആ ഒരു ഭാഗത്തുള്ളത് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. എന്നാണെങ്കിലും ഈ കായ്ക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഈ കപ്പുച്ചിൻ വിഭാഗത്തിൽപ്പെട്ട കുരങ്ങുകൾ ഇത് ടൂൾസ് ഉപയോഗിച്ചിട്ട്, അതായത് കല്ലൊക്കെ ഉപയോഗിച്ചിട്ട് പൊട്ടിക്കുന്നത് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ബാക്കിയുള്ള മൃഗങ്ങൾ, ഇങ്ങനെ കരണ്ട് തിന്നുന്ന മൃഗങ്ങളൊക്കെ, അവർക്ക് കഴിക്കുവാൻ പാകത്തിൽ, പൊട്ടിക്കുവാൻ പാകത്തിൽ ഈ ഒരു വലിയ കായയുടെ ഒരു ഭാഗത്ത് ചെറിയൊരു തുളയുണ്ട്. അതിൽ പല്ലിങ്ങനെ കടത്തിയ ശേഷം പൊട്ടിച്ചെടുക്കുകയാണ് ഇത്തരം മൃഗങ്ങൾ ചെയ്യുന്നത്. ഈ ബ്രസീൽ നട്ടുകൾ വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രസീലിലെ ആമസോണിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. Amazon.in ഇതുപോലെ ഡപ്പയ്ക്കകത്ത് നമുക്ക് വാങ്ങിക്കുവാൻ കിട്ടും. ഇതങ്ങനെ നമ്മുടെ ഇവിടുന്ന് ആമസോണിൽ നിന്ന് വാങ്ങിയ, ബ്രസീലിലെ ആമസോണിൽ നിന്നല്ല, ഇന്ത്യയിലെ Amazon.in നിന്ന് വാങ്ങിയ ഒരു ബ്രസീൽ നട്ടിന്റെ കുപ്പിയാണ് നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ്. ഇതിനകത്ത് നമ്മുടെ ചക്കക്കുരു പോലെയാണ് ഈ സാധനം ഇരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാം. ഇത് കണ്ടോ, ഇതിന്റെ പുറം തൊലിയെല്ലാം ചീകി എടുത്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയിട്ടാണ് ഇവരിത് വിൽക്കുന്നത്. അങ്ങനെ ഇതുപോലെ 4 കാര്യങ്ങൾ നോക്കുവാൻ വേണ്ടിയിട്ടാണ് ഹോണ്ടോൺ ഇവരെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത്. മിൽക്ക് ട്രീ, തേന്, ഈ ബ്രസീൽ നട്ടിന്റെ കായകൾ, പാൽമിറ്റോ. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം നോക്കി ഇവർ നടക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും സുലഭമായിട്ടൊന്നും ഇവർക്ക് കിട്ടുന്നില്ല. അതിന്റെ പ്രധാന കാരണം ഇവർ ഈ യാത്രയ്ക്ക് തിരഞ്ഞെടുത്ത സമയമാണ്. ബ്രസീൽ ഈ നട്ട് പോലുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ആമസോൺ വനങ്ങളിൽ ഈ മരങ്ങൾ പുഷ്പിക്കുന്ന, കായ്ക്കുന്ന ഒരു സമയത്തല്ല ഇവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഇത് കിട്ടാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഇനി ഇവിടെ നമ്മൾ മുൻ വീഡിയോകളിൽ, ഈ സർവൈവൽ വീഡിയോകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഈ പല ആളുകൾ ചില ദ്വീപുകളിൽ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട രീതിയിൽ ബോട്ടുകളിലൊക്കെ പെട്ടുപോയി കഴിയുമ്പോഴേക്കും വിശപ്പുണ്ടാവും. അങ്ങനെ വിശപ്പുണ്ടാകുന്ന സമയത്ത് ഇവർ
നല്ല നല്ല ഭക്ഷണങ്ങൾ സ്വപ്നം കാണും. ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട് പോകുന്ന പരിവേഷകർക്ക് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരു സാധനമാണ്. ഭക്ഷണം കിട്ടാതെ വന്നു കഴിയുമ്പോഴേക്കും നല്ല ഭക്ഷണങ്ങൾ ഇവർ സ്വപ്നം കാണും, പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കും. ഇവിടെയും ഇതെല്ലാം സംഭവിച്ചു എന്നാണ് ഷെറി എഴുതിയിരിക്കുന്നത്. ആളുകൾ നടക്കുന്ന വഴിയെല്ലാം അവർ കഴിച്ചിട്ടുള്ള നല്ല നല്ല ഭക്ഷണങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങി. അത് കേൾക്കുവാൻ ബാക്കിയുള്ളവർക്ക് താല്പര്യമായി. കാരണം നല്ല വിശപ്പാണ്. ഇതിങ്ങനെ ഓർത്തുകൊണ്ട് നടക്കുന്നത് തന്നെ വലിയ സുഖമായിരുന്നു ഇവർക്ക്. ഇതുപോലെ തന്നെ മാർച്ച് 16 ഈ ഷെറി തന്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നത് ഈ ഒരു യാത്ര എത്ര പേര് പൂർത്തിയാക്കും എന്ന് അറിയില്ല എന്നാണ്. അതായത് വിശപ്പ് അത്രയധികം ഇവരെ ബാധിച്ചു, അത് ഇവരുടെ മാനസിക നിലയെ ബാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ആ ഒരു ഡയറി കുറിപ്പിലെ ആ ഒരു വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എത്ര പേര് അങ്ങ് ചെല്ലും എന്ന് അറിയില്ല. പിറ്റേ ദിവസം മാർച്ച് 17 ഇവർ ഈ യാത്രയിലെ ഒരു സുപ്രധാന കണ്ടുപിടുത്തം നടത്തി. അതായത് റിവർ ഓഫ് ഡൗട്ടിലേക്ക് സാമാന്യം വലിപ്പമുള്ള മറ്റൊരു പുഴ, മറ്റൊരു നദി വന്നു ചേരുന്നുണ്ട്. ഏതാണ്ട് 21 മീറ്ററോളം നീളം, അത്യാവശ്യം വലിപ്പമുള്ളൊരു നദിയാണ്, നല്ല ഒഴുക്കുമുണ്ട്. ഹോണ്ടോൺ ഈ ഒരു നദിക്ക് പേരിട്ടു ഹ്യൂ കെർമിറ്റ്, അതായത് റിയോ കെർമിറ്റ് റിവർ. നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഓർക്കുന്നുണ്ടാവും, സിംപ്ലിസിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരു എടുത്തുചാട്ടക്കാരനാണ് ഈ കെർമിറ്റ്. ഇയാളുടെ പേരിൽ എന്തിനാണ് ഈ ഒരു നദിക്ക് പേരിടേണ്ട ആവശ്യം എന്താണ്? പക്ഷേ ഈ കെർമിറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യാത്രയിലെ പ്രധാന ഘടകമാണ്. കെർമിറ്റ് ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചുവെങ്കിലും കെർമിറ്റ് ധീരനായ ഒരു മനുഷ്യനാണ്. ഇവർ ഈ പോകുന്ന പോക്കിലൊക്കെ പല കാര്യങ്ങളിലും ആദ്യമേ എടുത്തു ചാടി അതെല്ലാം പൂർത്തീകരിക്കുന്നത് ഈ കെർമിറ്റാണ്. കെർമിറ്റ് ബാക്കിയുള്ളവർക്ക് നല്ല ഇൻസ്പിറേഷൻ കൊടുക്കാനായിട്ട് പറ്റിയ, അല്ലെങ്കിൽ അവരെ ഉത്തേജിപ്പിക്കുന്ന വാക്കുകൾ പറയാനായിട്ട് മിടുക്കനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റുള്ള ആളുകൾ ചെയ്യാൻ മടിക്കുന്ന പല പ്രവൃത്തികളും മുന്നിട്ടിറങ്ങിയിട്ട് ഈ കെർമിറ്റ് ചെയ്തു തീർക്കുകയും ചെയ്യും. ശരിക്കും പറഞ്ഞാൽ കെർമിറ്റ് ഈ യാത്രയിലെ ഒരു പ്രധാന ആളാണ്, പ്രധാന സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് കെർമിറ്റിന്റെ പേര് ഇദ്ദേഹം ഈ ഒരു നദിക്ക് ഇട്ടത്. കെർമിറ്റ് ഇവരുടെ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഹോണ്ടോണിന് ഈ റിവർ ഓഫ് ഡൗട്ട് നല്ല രീതിയിൽ സർവേ ചെയ്യാൻ പോലും പറ്റില്ല. കെർമിറ്റും ബാക്കിയുള്ള ആളുകളൊക്കെയാണല്ലോ ഏറ്റവും മുന്നിലെ തോണിയിൽ സഞ്ചരിക്കുകയും പല സ്ഥലങ്ങളിൽ ധൈര്യപൂർവ്വം ഇറങ്ങുകയും ഈ പറയുന്ന സൈറ്റിംഗ് റോഡുകളൊക്കെ നാട്ടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഇങ്ങനെ മുന്നിട്ടിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം നടക്കുന്നത്. അതിന് പകരം ഭയമുള്ള, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാനായിട്ട് താല്പര്യമില്ലാത്ത മടിയുള്ള ഒരാളായിരുന്നു എങ്കിൽ ഇവർക്ക് ഇതൊന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ലായിരുന്നു. എന്താണെങ്കിലും ഇതെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഹോണ്ടോൺ ഈ നദിക്ക് റിയോ കെർമിറ്റ് എന്ന് പേര് ഇട്ടത്. അന്ന് വൈകുന്നേരം ലിറ 2 വലിയ പക്കു അല്ലെങ്കിൽ പാക്കു ഫിഷുകളെ പിടികൂടി. അതുകൊണ്ട് ഇവർക്ക് അന്നത്തെ രാത്രിയിൽ കുശാലായിട്ട് ഭക്ഷിക്കുവാൻ സാധിച്ചു. ഈ പക്കു അല്ലെങ്കിൽ പാക്കു ഫിഷും പിരാനയൊക്കെ ബന്ധുക്കളാണ്. പക്ഷേ ഇവരുടെ ശരീരത്തിന്റെ ഘടന, ജീവിത രീതി, പല്ലിന്റെ ഘടന ഇതെല്ലാം വ്യത്യസ്തമാണ്. പിരാനയുടേത് അർക്കവാൾ പോലത്തെ കൂർത്ത പല്ലുകളാണ് പിരാനയ്ക്ക് ഉള്ളതെങ്കിൽ ഈ പക്കു ഫിഷുകൾക്ക് പരന്ന, മനുഷ്യന്റെ പോലെ, നമ്മുടേതുപോലെ പരന്ന പല്ലുകളാണ് ഉള്ളത്. അത് മാത്രവുമല്ല, പിരാനയെക്കാളും വലിപ്പം, ഭാരക്കൂടുതലൊക്കെ ഇവയ്ക്കുണ്ട്, ഈ പക്കു ഫിഷുകൾക്ക് ഉണ്ട്. ഏതാണ്ട് 40 കിലോഗ്രാം വരെയും ഈ പക്കു അല്ലെങ്കിൽ പാക്കു ഫിഷുകൾ വലിപ്പം വെക്കും. സത്യത്തിൽ ഈ പക്കു ഫിഷിന്റെ വർഗ്ഗത്തിൽ ഒട്ടനവധി മീനുകളുണ്ട്. ഈ മീനുകൾക്കെല്ലാം ബ്രസീലിൽ ഓരോ പേരുകളുണ്ട് എങ്കിലും മൊത്തത്തോടെ ഇതിനെല്ലാം നമ്മൾ പുറം രാജ്യങ്ങളിൽ പക്കു അല്ലെങ്കിൽ പാക്കു എന്ന് തന്നെയാണ് വിളിക്കുന്നത്. ഈ റിവർ ഓഫ് ഡൗട്ടിൽ ഇത്രയും ദൂരം, ഇത്രയും നാള് ഇവർ യാത്ര ചെയ്തിട്ട് ഈ പക്കു ഫിഷിനെ ഇതുവരെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ആദ്യമായിട്ട് ഇവർക്കിത് കാണാൻ സാധിച്ചതും ഇവർക്കിതിനെ പിടിക്കാനായിട്ട് സാധിച്ചതും. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ആന്റോണിയോ പരേസി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം പരേസി ഗോത്രക്കാരനാണ് എന്ന് നമ്മൾ മുമ്പ് കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഈ പക്കു ഫിഷ് ഇവിടെ കണ്ടത് നല്ലൊരു കാര്യമാണ്. പക്കു ഫിഷ് വലിയ റാപ്പിഡ്സ് ഒന്നും കവർ ചെയ്ത് അതിനെതിരായിട്ട് ചാടി കടന്ന് ഇവിടം വരെ എത്തില്ല. ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ, ചെറിയ ചെറിയ റാപ്പിഡ്സ്, അതെല്ലാം കവർ ചെയ്ത് മാത്രമേ ഈ ഇതിനെതിർ ദിശയിൽ പക്കു സഞ്ചരിച്ച് ഇത്ര ദൂരം വരികയുള്ളൂ. അതായത് ഈ പക്കു അല്ലെങ്കിൽ പാക്കു ഫിഷിനെ ഇവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇനി അങ്ങോട്ടേക്ക് വലിയ വലിയ റാപ്പിഡ്സ്, ജലപാതങ്ങൾ, വലിയ ഉയരമുള്ള ജലപാതങ്ങളൊന്നും കാണില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഫിഷിന് ചാടിക്കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങൾ, റാപ്പിഡ്സ് മാത്രമേ കാണുകയുള്ളൂ എന്നാണ് പരേസി പറഞ്ഞത്. പക്ഷേ ഈ ആന്റോണിയോ പരേസി പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശരിയായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ശരിയായിരുന്നു, പക്കു ഫിഷ് ചെറിയ ചെറിയ ഈ റാപ്പിഡ്സ് ഒക്കെ മറികടന്നേ വരികയുള്ളൂ. പക്ഷെ ഇവിടെ ഇനി അങ്ങോട്ടേക്ക് വലിയ വലിയ റാപ്പിഡ്സും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എങ്ങനെയാണ് ഈ പക്കു ഫിഷ് ഇവിടെ എത്തിയത്? പരേസി ഒരു കാര്യം മറന്നുപോയി, ഈ റിവർ ഓഫ് ഡൗട്ടിലേക്ക് വേറെയും നദികൾ വന്നു ചേരുന്നുണ്ട്. അതുവഴിയാണ് ഈ ഫിഷ്, ഈ മീനുകൾ ഇവിടെ എത്തിയത്. അക്കാര്യം ഇദ്ദേഹം മറന്നുപോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹോണ്ടോൺ എല്ലാ ദിവസവും രാവിലെ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചു കൂട്ടുമല്ലോ. ആ ഒരു സമയത്ത് ഹോണ്ടോൺ പിറ്റേ ദിവസം പറഞ്ഞു, ഇന്നു മുതൽ ഈ റിവർ ഓഫ് ഡൗട്ട് മറ്റൊരു പേരിലാണ് ഇനി അറിയപ്പെടുക. ഈ റിവർ ഓഫ് ഡൗട്ടിന്റെ പുതിയ പേര് ഹ്യൂ റൂസ്വെൽട്ട് അഥവാ റിയോ റൂസ്വെൽട്ട് എന്നായിരിക്കും. സത്യത്തിൽ റൂസ്വെൽട്ട് ബ്രസീലിൽ വന്ന സമയത്ത് തന്നെ അവിടുത്തെ ഗവൺമെന്റ് തീരുമാനമെടുത്തതാണ് ഈ റിവർ ഓഫ് ഡൗട്ടിന്റെ പേര് മാറ്റിയിട്ട്
ഈ റിയോ റൂസ്വെൽട്ട് ഹ്യൂ റൂസ്വെൽട്ട് എന്ന് കൊടുക്കണം എന്ന്. അത് ഇപ്പോഴാണ് ഇദ്ദേഹം അനൗൺസ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു വിളംബരം നടത്തിയത് എന്ന് മാത്രം. പക്ഷേ ഇത് കേട്ടതോടെ കെർമിറ്റും റൂസ്വെൽട്ടും അങ്ങനെയുള്ള ആളുകളൊക്കെ ഇതിനെ എതിർത്തു. അവർ പറഞ്ഞു ഈ ഒരു പേര് മാറ്റത്തിന്റെ യാതൊരു ആവശ്യവുമില്ല, നല്ലൊരു പേരാണ് ഹ്യൂ ദി റിവർ ഓഫ് ഡൗട്ട് എന്ന് പറഞ്ഞ പേര്, രസമുള്ള അല്ലെങ്കിൽ ഒരു ദുരൂഹത നിറഞ്ഞ ഒരു പേരൊക്കെയാണ്, അത് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഹോണ്ടോണിനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന് പറയുന്നത് കരിമ്പാറക്കിട്ട് വെടിവെക്കുന്നത് പോലാണ്. അതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ കേട്ടതല്ലാതെ ഇതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് മറുപടി പറയാതെ ഇദ്ദേഹം പതിവ് പോലെ തന്നെ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുമല്ലോ, ആ ഒരു ബോർഡിൽ ഇദ്ദേഹം റൂസ്വെൽട്ട് നദി എന്ന് പറഞ്ഞ പേര് എഴുതി വെക്കുകയും അത് പെർമനന്റ് ആക്കുകയും ചെയ്തു. ഇനി കൂടുതൽ വർത്താനമൊന്നും പറയണ്ട, ഞാനിത് തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ്. അങ്ങനെ ആ ഒരു ദിവസം കടന്നുപോയി. പിറ്റേ ദിവസം രാവിലെ മാർച്ച് 18, അന്നത്തെ ദിവസം കരയിലൂടെ നടക്കുന്ന 13 പേര് അവർക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് നടക്കുവാനായിട്ട് സാധിച്ചു. മറ്റൊന്നുമല്ല, ഇവർ നടക്കുന്നത് ഇപ്പോൾ ഒരു കാട്ടുപാതയിലൂടെയാണ്, മൃഗങ്ങൾ നടക്കുന്ന പാതയൊന്നുമല്ല എന്നവർക്ക് മനസ്സിലായി. ഇത് ഇവിടെയുള്ള ഗോത്രവർഗ്ഗക്കാരുടെ സ്ഥിരം നടക്കുന്ന പാതയാണ്. കാരണം ഈ പാതയിലുടനീളം അവിടെയുള്ള ഗോത്രവർഗ്ഗക്കാർ അവരുടെ സാന്നിധ്യം അറിയിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ചെളിയിൽ അവരുടെ ഫ്രഷ് ആയിട്ടുള്ള കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. അതായത് ആ കാൽപ്പാടുകൾ പതിഞ്ഞതിൽ നിന്ന് ഇവർക്ക് മനസ്സിലാക്കാം ഏതാണ്ട് മിനിറ്റുകൾക്ക് മുമ്പാണ് അവർ ഇതുവഴി പോയിരിക്കുന്നത്. അത് മാത്രമല്ല, പല സ്ഥലങ്ങളിലും നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞതുപോലെ പല അടയാളങ്ങളൊക്കെ അവരിട്ടിട്ടുണ്ട്. അതുകൂടാതെ അകലെ നിന്ന് ഇവരുടെ ഒച്ചകളും ബഹളങ്ങളും ഒക്കെ ഇവർക്ക് കേൾക്കാം. അതായത് തങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങളെ നോക്കുന്നുണ്ട്, മര്യാദയ്ക്ക് സാഹസമൊന്നും കാണിക്കാതെ ഇതുവഴി കടന്നു പൊക്കോ എന്നുള്ള സന്ദേശമാണ് അവർ ഇവർക്ക് കൊടുക്കുന്നത്. അങ്ങനെ ഈ കാട്ടിലൂടെ അതിവേഗത്തിൽ നടക്കുവാൻ പറ്റുന്ന രീതിയിലൊരു കാട്ടുപാത ഇവർക്ക് കിട്ടി. ഇവർക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസമായി. കാരണം ഇവർക്ക് ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലായി ഈ ഒരു ഗ്രാമവാസികളോ അല്ലെങ്കിൽ ഈ ഗോത്രവർഗ്ഗക്കാരോ ഇവരെ ആക്രമിക്കില്ല, ഇവർ ഇതുവഴി പൊക്കോട്ടെ, തങ്ങൾ ഇതുവഴി പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരിയ്ക്കുന്നത്. പക്ഷേ ഇവരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ടാണ് ഈ ഭീഷണിയൊക്കെ മുഴക്കുന്നതും ഇവർ ഇരുട്ടിൽ നിന്ന് ഇവരെ പേടിപ്പിക്കുന്നതും ഒക്കെ. അങ്ങനെ ഇവർ വലിയ കാര്യമായിട്ട് ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് 2 വളവ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത വളവ്, ആ വളവ് കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ഒരു ഗ്രാമത്തിനകത്തേക്കാണ് ചെന്ന് കയറിയത്. ഈ ഗോത്രവർഗ്ഗക്കാരുടെ ഒരു ഗ്രാമത്തിനകത്തേക്കാണ് ചെന്ന് കയറിയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പഴയതുപോലെ തന്നെ ആ ഗ്രാമം വിജനമായിരുന്നു. എന്നാൽ ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് മനസ്സിലായി മിനിറ്റുകൾക്ക് മുമ്പാണ് ആ ഒരു ഗ്രാമം വിജനമായിരിക്കുന്നത്. ഇവരുടെ ഗ്രാമം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് 3 or 4 വലിയ കുടിലുകൾ മാത്രമുള്ള ഒരു ഗ്രാമമാണ്. ആ കുടിലുകൾക്കകത്ത് 4 or 5 കുടുംബങ്ങൾ കാണും. എന്താണെങ്കിലും മിനിറ്റുകൾക്ക് മുമ്പാണ് ഇത് വിജനമായിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലായി. അതായത് ഇവർ വരുന്നത് കണ്ടതോടെ ഈ ഗ്രാമത്തിലെ പുരുഷന്മാർ ഈ ഗ്രാമത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും അവിടെ നിന്ന് മാറ്റിയതാണ്. ഒരു പക്ഷേ തൊട്ടരികിൽ വനത്തിനകത്ത് നിന്നുകൊണ്ട് ഇവരെല്ലാം ഈ ഗ്രാമവാസികൾ ഇവരെ നോക്കുന്നുണ്ടാവണം. ഹോണ്ടോൺ പതിവ് പോലെ തന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവർക്ക് വേണ്ടിയിട്ട് അവിടെ ഉപേക്ഷിച്ച ശേഷമാണ് ആ ഗ്രാമത്തിൽ നിന്ന് മുന്നോട്ട് നീങ്ങിയത്. ഈ ഗ്രാമവാസികളുടെ സാന്നിധ്യം ഹോണ്ടോൺ അങ്ങനെ നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളഞ്ഞില്ല. അദ്ദേഹം എന്ത് ചെയ്തു, രാത്രിയിൽ ക്യാമ്പ് ചെയ്യുന്ന സമയത്തൊക്കെ കൂടുതൽ ആളുകളെ ഈ കാവലിന് വേണ്ടിയിട്ട് ഇദ്ദേഹം നിയോഗിച്ചു. ഇത് മാത്രവുമല്ല, പതിവ് പോലെ തന്നെ ഇദ്ദേഹം രാത്രി 2 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ കാവലിരിക്കുന്ന ആളുകൾ ഉറങ്ങുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നത് ഷെറി കാണുന്നുണ്ടായിരുന്നു. ഈ ഷെറി വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇതുപോലുള്ള പര്യവേഷണങ്ങൾ, യാത്രകളൊക്കെ നടത്തുന്ന മനുഷ്യനാണ്. അതുകൊണ്ട് പകുതി ഉറങ്ങുന്ന രീതിയിൽ കിടക്കാനായിട്ട് ഇദ്ദേഹത്തിന് പണ്ടേ ശീലമുള്ളതാണ്. ചെറിയൊരു ഈച്ച അതുവഴി പോയാലും മതി, ഷെറി എഴുന്നേൽക്കും. അങ്ങനെയാണ് ഷെറി 2 മണിക്ക് ഈ ഹോണ്ടോൺ എഴുന്നേറ്റിട്ട് ഈ കാവലിരിക്കുന്ന ആളുകളെയൊക്കെ പരിശോധിച്ച ശേഷം ഇദ്ദേഹം വീണ്ടും വന്ന് കിടക്കുന്നതൊക്കെ ഷെറി കണ്ടത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവരൊക്കെ എന്ത് ടൈപ്പ് മനുഷ്യരാണ്. നമ്മളൊക്കെ വലിയ ടൂറും വലിയ വലിയ യാത്രകളൊക്കെ നടത്തുന്നതാണ്. ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കിടക്കുന്ന സമയത്തൊക്കെ ബാക്കിയുള്ള ആളുകൾ വലിയ ഫാമിലികളൊക്കെ ആയിട്ടും ഗ്രൂപ്പുകളൊക്കെ ആയിട്ടും വന്ന് ടൂറിന് വേണ്ടി വന്ന് കിടക്കുന്നത് കാണാം. എന്തൊക്കെയോ പ്ലാനുകളിൽ വന്ന് കിടക്കുന്നതാണ്. പക്ഷേ രാവിലെ ആരും എഴുന്നേൽക്കില്ല. എല്ലാവരും വൈകുന്നേരം വർത്തമാനവും പറഞ്ഞ് വീറുമൊക്കെ അടിച്ച് കിടന്നിട്ട് രാവിലെ ഒരു 10-11 വേണ്ടിയിട്ട് വരും. സത്യത്തിൽ എവിടെ പോയാലും ആ സ്ഥലം കാണേണ്ടത് രാവിലെയാണ്. അത് വിട്, നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. നമ്മൾ ഇവരുടെ യാത്ര വളരെ സുഖമായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ഉണ്ടെങ്കിലും ഹോണ്ടോണും റൂസ്വെൽട്ടും തമ്മിൽ 2 ഗടിയന്മാരായിട്ടുള്ള 2 ആളുകളാണ്. ഇവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇവർ 2 പേർക്കും പെരുമാറാൻ അറിയാം. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാത്തതാണ്. ഇപ്പോൾ ഇവരിങ്ങനെ 2 ഗ്രൂപ്പായിട്ടാണ് സഞ്ചരിക്കുന്നത്. എങ്കിലും ഈ പോകുന്ന പോക്കിൽ ഞാൻ മുമ്പ് പറഞ്ഞതാണ്, ടെൻറ്റ് കെട്ടാനായിട്ട് പറ്റിയ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഘം നിൽക്കും, ബാക്കി മറ്റേ സംഘം അവിടെ എത്തിച്ചേരും. അങ്ങനെ രാത്രിയിൽ ഇവർ ഒരുമിച്ച് തന്നെയാണ് ഒരു സ്ഥലത്ത് ഇവർ ടെൻ്റ് അടിച്ച് കിടക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് ഉച്ച തിരിഞ്ഞ സമയത്താണ് ഇവർ ഈ റിവർ ഓഫ് ഡൗട്ടിലേക്ക് മറ്റൊരു ചെറിയൊരു അരുവി വന്ന് ചേരുന്ന ഒരു സ്ഥലം കണ്ടെത്തിയത്. അതിൻ്റെ ഒരു സൈഡിൽ വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് ഈ വള്ളത്തിൽ വരുന്ന ആളുകളും കരയിലൂടെ വന്ന ആളുകളും അവർ ഒരുമിച്ച് ആ ഒരു സ്ഥലത്ത് വിശ്രമിക്കുവാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു. ഈ ഒരു സമയം കൊണ്ട് ഹോണ്ടോൺ എന്ത് ചെയ്തു, കെർമിറ്റിനെയും ലിറയൊക്കെ കൂട്ടിക്കൊണ്ട് ആ പുതുതായിട്ട് ഇങ്ങോട്ട് വന്ന് ചേരുന്ന ആ അരുവി ഗവേഷണം നടത്തുവാൻ വേണ്ടിയിട്ടും സർവേ നടത്തുവാൻ വേണ്ടിയിട്ടും അങ്ങോട്ടേക്ക് പോയി.
എന്നാൽ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, ചെറിയൊരു അരുവിയാണ്, അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇവിടെ നിന്ന് പെട്ടെന്ന് മുമ്പോട്ട് പോകാം എന്നുള്ള ഒരു മനോഭാവമായിരുന്നു റൂസ്വെൽറ്റിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ ഹോണ്ടോൺ ഈ കാര്യങ്ങൾ താമസിപ്പിക്കുന്നത് കാണുമ്പോഴേക്കും റൂസ്വെൽറ്റിന് ചെറുതായിട്ട് ദേഷ്യമൊക്കെ തോന്നി തുടങ്ങി. എന്നാൽ ഈ ഒരു സ്ഥലത്ത് കൂടി തന്റെ ആയുസിൽ ഇനിയൊരു വരവ് കൂടി ഉണ്ടാവില്ല എന്ന് ഹോണ്ടോണിന് അറിയാം. അതുകൊണ്ടാണ് അദ്ദേഹം ആ കാണുന്ന സ്ഥലങ്ങളിൽ ഒരുപക്ഷെ ഇനി ആരും ഇതുവഴി വന്നെന്ന് വരത്തില്ല ഉടനെയെങ്കിലും. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് സർവേ ചെയ്യണം എന്നുള്ള ഒരു നിശ്ചയത്തിലാണ് ഹോണ്ടോൺ ഉള്ളത്. അതുകൊണ്ടാണ് ഇദ്ദേഹം കിട്ടുന്ന അവസരം എല്ലാം കറക്റ്റായിട്ട് പര്യവേഷണം നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിവർ ഈ ക്യാമ്പ് ചെയ്തിരിക്കുന്ന ഈ പുതിയ അരുവി വന്നു ചേരുന്ന ആ ഒരു സ്ഥലത്തിനടുത്ത് ഇവർക്ക് ഈ പുതിയ വള്ളങ്ങൾ ഇവർക്ക് ഉണ്ടാക്കണമല്ലോ. ഇവരുടെ കയ്യിൽ ഇപ്പോൾ വള്ളങ്ങൾ കുറവാണ്, അത് ഇല്ലാത്തത് കൊണ്ടാണല്ലോ ഇവർ രണ്ടായിട്ട് തിരിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് വള്ളങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയ കുറച്ച് തടികൾ, മരങ്ങൾ ഇവിടെയുണ്ട്. ഇപ്പോഴിവർ നോക്കുന്നത് മഹോഗണി വംശത്തിൽപ്പെട്ട കുറച്ച് മരങ്ങളാണ്. ഇവർ നേരത്തെ ഉണ്ടാക്കിയ ബോട്ടുകൾ ഉണ്ടാക്കിയ മരങ്ങളെക്കാളും കുറച്ചുകൂടി ഭാരക്കുറവുള്ള, എന്നാൽ ഇവർക്ക് ഉണ്ടാക്കാൻ എളുപ്പമുള്ള മരങ്ങളാണ് ഇവരിപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവർ ആ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിട്ട് ബോട്ട് നിർമ്മാണം ആരംഭിച്ചു. ഇങ്ങനെ ബോട്ട് നിർമ്മാണം ഒരു വഴിയെ മുന്നേറുന്ന സമയത്താണ് സംഘത്തിലുള്ള ആളുകൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കണ്ടുപിടുത്തം നടത്തിയത്. ഇവരുടെ ചരക്കുകൾക്കിടയിൽ നിന്ന് 15ഓളം ഭക്ഷണത്തിന്റെ പാക്കറ്റുകൾ കാണാതെ പോയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ റൂസ്വെൽറ്റിന് ഒറ്റ ആളെ മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, റൂസ്വെൽറ്റിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരു കഥാപാത്രം ഇതിനകത്തുണ്ട്. റൂസ്വെൽറ്റിന് മാത്രമല്ല, ഇതിനകത്തെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ഒരാള്, ജൂലിയോ ജിലിമ എന്ന് പറഞ്ഞ ഒരാള്. അയാള് ഈ കൂട്ടത്തിൽ ഏറ്റവും വലുപ്പമുള്ള മനുഷ്യനാണ്. ഇയാൾ മടിയൻ മാത്രമല്ല, നല്ല ഭക്ഷണപ്രിയനുമാണ്. ഉദാഹരണത്തിന് കാട്ടിൽ ബ്രസീൽ നട്ടുകളൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ 1-2 പേരൊക്കെ അകത്തേക്ക് പോകും. എന്നിട്ട് ഇവർ ബാഗ് നിറച്ച് ഇത് കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് വീതം വെച്ച് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ ഈ ജൂലിയോ അകത്തേക്ക് പോയി കഴിഞ്ഞിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കൊന്നും കിട്ടത്തില്ല. ഇദ്ദേഹം കളക്ട് ചെയ്യുന്നത് ഇദ്ദേഹം തന്നെ അകത്താക്കും. അങ്ങനെ ഈ സംഘത്തിന് യാതൊരു പ്രയോജനമില്ലാത്ത ഒരു ആളാണ് ഈ ജൂലിയോ. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ മോഷ്ടിക്കുന്നതും ജൂലിയോ തന്നെയാണ് എന്ന് റൂസ്വെൽറ്റ് മാത്രമല്ല ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാനാണ്? ഈ കൊടുങ്കാട്ടിൽ വെച്ചിട്ട് ജൂലിയോയെ ശിക്ഷിക്കാൻ പറ്റില്ല. എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ശിക്ഷയാണ് കൊടുക്കുക? മനുഷ്യൻ പട്ടിണി കിടന്ന് ചാകുന്ന ആമസോൺ വനത്തിനുള്ളിൽ ഭക്ഷണം മോഷ്ടിക്കുക എന്ന് പറയുന്നത് മരണാർഹമായ കുറ്റം തന്നെയാണ്. ഇത് ഇങ്ങനെയുള്ള കുറ്റങ്ങൾക്കൊക്കെ ബാക്കിയുള്ള സമയങ്ങളിൽ ഈ ടെലിഗ്രാഫ് പര്യവേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ഹോണ്ടോൺ വലിയ വലിയ ശിക്ഷകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഹോണ്ടോണിന് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ഈ അമേരിക്കൻസിനെ, ഇവരെല്ലാം VIP-കളാണ്, മുൻ അമേരിക്കൻ പ്രസിഡന്റാണ്. അമേരിക്ക എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം, മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. ഇവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഈ ഒരു സാഹസിക ദൗത്യത്തിന് വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് ഇദ്ദേഹത്തെയും സംഘത്തെയും പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഹോണ്ടോണിന്റെ പ്രധാന ലക്ഷ്യം. പക്ഷേ അതിനിടയ്ക്ക് ഹോണ്ടോൺ ഈ സർവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിലും ഇവരുടെ സുരക്ഷ ഹോണ്ടോൺ എപ്പോഴും നോക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ജൂലിയോയെ ശിക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇയാളെ കൈയോടെ പിടികൂടണം. അത് നടക്കുന്ന സമയത്ത്, മോഷണം നടക്കുന്ന സമയത്ത് പിടികൂടണം. അത് മാത്രമല്ല, അങ്ങനെ പിടികൂടിയാൽ തന്നെയും ചെറിയ ചെറിയ ശിക്ഷകൾ മാത്രമേ കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാലും റൂസ്വെൽറ്റിന് ഈ ജൂലിയയെ തീരെ ഇഷ്ടമില്ല. ഇനി റൂസ്വെൽറ്റ് എങ്ങാനും ഈ ജൂലിയോ മോഷ്ടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അടി ഉറപ്പാണ്. അങ്ങനെ ജൂലിയോയുടെ നേർക്ക് ജൂലിയയെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട് ജൂലിയോയുടെ നേർക്ക് ഇങ്ങനെ പല്ലിറുമി നോക്കുന്ന സമയത്താണ് ഈ റൂസ്വെൽറ്റിന്റെ കണ്ണിൽ ഹോണ്ടോൺ പെടുന്നത്. ഇവിടെ ഒരു വശത്ത് മനുഷ്യൻ രോഗങ്ങളും പട്ടിണിയും കാരണം മരിക്കാറായിട്ടിരിക്കുകയാണ്. അതേ മനുഷ്യന് തന്നെ വള്ളങ്ങൾ പണിയുവാൻ വേണ്ടിയിട്ട് രാപകല് അധ്വാനിക്കുകയാണ്. ഇനി ഇതിലൊന്നും പെടാത്ത കുറച്ച് ഗോത്രനിവാസികൾ, ഗോത്രവർഗ്ഗക്കാർ ഇവരെ നിരീക്ഷിച്ചുകൊണ്ട് അങ്ങ് അകലെയോ അല്ലെങ്കിൽ അടുത്തോ എവിടെയുള്ള കാട്ടിലൊക്കെ നിൽപ്പുമുണ്ട്. ഇങ്ങനെ വളരെ പ്രശ്നം ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഹോണ്ടോൺ കെർമിറ്റിനെയും ലിറയൊക്കെ കൂട്ടിക്കൊണ്ട് ഒരു വള്ളത്തിൽ പതുക്കെ ആരും കാണാതെ പോവുകയാണ്. ഇപ്പോഴും കണ്ടെത്തിയ ആ പുതിയ ചെറിയ നദി ഉണ്ടല്ലോ, അത് വീണ്ടും സർവേ ചെയ്യുവാൻ വേണ്ടിയിട്ട്. എങ്ങനെ കലി വരാതിരിക്കും? ഇതൊന്നും പോരാഞ്ഞിട്ട് നേരത്തെ നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിരുന്ന ഈ സമയം കളയുന്ന പഴയ സർവേ രീതിയാണ് ഇദ്ദേഹം ഇപ്പോഴും പിന്തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നിർത്തിയിട്ട് എളുപ്പമുള്ള സർവേ നടത്തണം എന്ന് പലതവണ ഇദ്ദേഹം പറഞ്ഞതാണ്, സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ഹോണ്ടോൺ രഹസ്യമായിട്ട് വീണ്ടും പഴയ ആ പണി, അത് കുറച്ചുകൂടെ ആക്യുറസി കൂടിയ ഒരു പണിയാണ്, ആ ഒരു രീതിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം അത് ഫോളോ ചെയ്യുന്നത്. പക്ഷേ സമയം കളയും. കെർമിറ്റ് മുമ്പ് പറഞ്ഞാണ്, നമ്മൾ ഒരു ദിവസം തന്നെ 50, 60, 100 തവണയൊക്കെ ഇറങ്ങേണ്ട വരും ബോട്ടിൽ നിന്ന്. എന്നിട്ട് വേണം ഇതെല്ലാം അളക്കാനും പിടിക്കാനും ഒക്കെ. അപ്പം അങ്ങനെ ഈ ചെറിയ നദിയിലേക്ക് ഈ കെർമിറ്റിനെയും കൂട്ടിക്കൊണ്ട് ഈ ഹോണ്ടോൺ പോകുന്നത് കണ്ടപ്പോഴേക്കും ഇദ്ദേഹത്തിന് കലിയായി. ഒന്നാമതെ തൻ്റെ മകനാണ് ഈ പണിക്ക് പോകുന്നത്. ഈ സിന്താലാറുകൾ ഈ അകത്ത് നിന്ന് ഇവരെ നിരീക്ഷിക്കുന്നുമുണ്ട്. അവരെ ഉള്ള സ്ഥലത്തേക്കാണ് ഈ കെർമിറ്റ് പലതവണ കരയിലേക്ക് ഇറങ്ങിയും ഈ പറയുന്ന സൈറ്റിംഗ് റോഡ് സ്ഥാപിക്കുകയും ഒക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് റൂസ്വെൽറ്റ് കോപാകുലനാകാനായിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് കെർമിറ്റ് ഈ പുതിയ അരുവി കണ്ടെത്തിയ സ്ഥലത്ത് കെർമിറ്റ് ഈ സൈറ്റിംഗ് റോഡ് സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത്
കുറച്ച് മരങ്ങൾ, ആ മരങ്ങളുടെ തൊലികൾ അടർത്തിയെടുത്തിരിക്കുന്നത് ഇദ്ദേഹം കണ്ടു. ഈ സിന്താലാറുകൾ അവരുടെ അരപ്പട്ട കെട്ടുവാൻ വേണ്ടിയിട്ട് ഇത്തരം മരങ്ങളുടെ തൊലി എടുക്കാറുണ്ട് എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞതില്ലേ. പക്ഷെ അവരെ എപ്പോഴാണ് ഈ അരക്കച്ചകൾ കിട്ടുന്നത്? യുദ്ധത്തിന് സമയമാകുമ്പോഴാണ്. ഒരു പക്ഷേ അവരെ ആക്രമിക്കാൻ തയ്യാറായിട്ടിരിക്കുകയായിരിക്കാം. ഈ മരങ്ങളുടെ തൊലിയൊക്കെ ചെത്തിയെടുത്തിരിക്കുന്നത് 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് എന്ന് ഈ കെർമിറ്റിന് മനസ്സിലായി. ചുരുക്കത്തിൽ സിന്താലാർഗകൾ എന്തിനും തയ്യാറായിട്ടിരിക്കുകയാണ്. ഇതും കൂടെ കണ്ടതുകൊണ്ടാണ് ഇനി കെർമിറ്റിനെ ഈ ഒരു പണിക്ക് ഇറക്കരുത് എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ റൂസ്വെൽറ്റ് എത്തുന്നത്. ഇത് ഇദ്ദേഹം ഹോണ്ടോണിനോട് പറയുകയും ചെയ്തു. അവസാനം ഹോണ്ടോൺ സമ്മതിച്ചു. ഇനി എളുപ്പമുള്ള ആ സർവേ രീതി താൻ പിന്തുടർന്നു കൊള്ളാം. ഇനി ഈ ഒരു സംഘത്തിൽ ഒരൊറ്റ ഡോക്ടറേ ഉള്ളൂ. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, ഡോക്ടർ കഷസേറ. ഇദ്ദേഹം ഈ ഒരു സമയത്ത് കൂടുതൽ ശ്രദ്ധാലുവായി. പ്രധാന കാരണം കൊതുകുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. മലമ്പനി വ്യാപകമായിട്ട് ഉള്ള ഒരു പ്രദേശത്താണ് ഇവരിപ്പോഴും ഉള്ളത്. ഈ രോഗത്തിന് അറിയപ്പെടുന്ന പ്രധാന ഔഷധം ക്വിനിൻ അല്ലെങ്കിൽ ക്വനൈൻ എന്നറിയപ്പെടുന്ന ഒരു വസ്തുവാണ്. ഇത് നമ്മുടെ നാട്ടിലെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന ടോണിക്ക്, ഇന്ത്യൻ ടോണിക്ക് വാട്ടർ, അതിനകത്തൊക്കെ ക്വിനൈൻ അല്ലെങ്കിൽ ക്വിനിൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ ഒരു വസ്തുവുണ്ട്. ഈ ക്വിനൈൻ മിക്സ് ചെയ്തിരിക്കുന്ന കാർബണേറ്റഡ് ശീതള പാനീയമാണ് നമ്മൾ കുടിക്കുന്ന ടോണിക് വാട്ടർ എന്നറിയപ്പെടുന്നത്. ഈ ക്വിനിൻ അല്ലെങ്കിൽ ക്വിനൈൻ ഇപ്പോൾ ഈ റൂസ്വെൽറ്റും സംഘവും ഉള്ള ആമസോൺ വനങ്ങളിൽ തന്നെ വളരുന്ന സിങ്കോണ എന്നറിയപ്പെടുന്ന മരത്തിന്റെ തൊലിയിൽ നിന്നാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സിങ്കോണ മരത്തിന്റെ തൊലി പണ്ട് മുതലേ തെക്കേ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ പനിക്ക് ഒരു ഔഷധമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് 1600കളിൽ ഈ ഒരു ഭാഗത്ത് വന്ന ജെസ്യൂട്ട് ക്രിസ്ത്യൻ മിഷണറിമാർ കണ്ടെത്തി. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു തൊലി ഉപയോഗിച്ചിട്ട് ഇവർ പനിയൊക്കെ കുറയ്ക്കുന്നുണ്ട്. പിന്നീട് ഈ മിഷണറിമാർ തന്നെ ഈ മലമ്പനിക്ക് ഈ ഒരു സാധനം പ്രയോഗിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അത് വിജയകരമായി എന്ന് ഇവർക്ക് മനസ്സിലായി. അങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ സിങ്കോണ മരത്തിന്റെ തൊലി ഇവർ ഉണക്കി പൊടിച്ചിട്ട് അത് പൗഡറാക്കിയിട്ട് യൂറോപ്പിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അതായത് ഈ മലമ്പനിയുള്ള ആളുകൾക്ക് ഇത് കൊടുക്കാനായിട്ട് ഇവർ തുടങ്ങി. അതുകൊണ്ട് ഈ സിങ്കോണ മരത്തിന്റെ പൊടിയെ ജെസ്യൂട്ട് പൗഡർ എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ സിങ്കോണ മരം നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. എന്നാലും ഡോക്ടർ കഷസേറ ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഈ പറയുന്ന സിങ്കോണ മരത്തിന്റെ തൊലിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത ക്യുനൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യുനിൻ എന്ന് പറയുന്ന ആ ഒരു ഔഷധം ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. ഇത് ഇദ്ദേഹം പനി വരുന്ന ആളുകൾക്കൊക്കെ ചെറിയ ഡോസായിട്ട് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ ഇതിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. കൂടുതൽ കൊടുക്കാനൊന്നും പറ്റില്ല. ഈ കെർമിറ്റിന് ഇടയ്ക്കിടയ്ക്ക് ഈ മലേറിയയുടെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അത് പക്ഷേ രൂക്ഷമായിട്ടില്ല ഒരിക്കലും. എന്നാൽ ഈ റൂസ്വെൽറ്റിന് ഇപ്പോൾ പനി അനുഭവപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിന് വയറിളക്കവുമുണ്ട്. റൂസ്വെൽറ്റ് നന്നേ അവശനാണ്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ താൻ ചെയ്യേണ്ട സകല പണികളും ഒറ്റയ്ക്ക് തന്നെ ഈ മനുഷ്യൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, എല്ലാ ദിവസവും വൈകുന്നേരം ഇദ്ദേഹം ഡയറി എഴുതുന്നുണ്ട്. അങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിനകത്തെ കാര്യങ്ങളൊക്കെ ഇതുപോലെ പറയാനായിട്ട് പറ്റിയത്. ഇദ്ദേഹം മാത്രമല്ല, ഷെറി, കെർമിറ്റ്, ഹോണ്ടോൺ ഇവരെല്ലാം ഈ ഒരു യാത്രയെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നാണ് നമ്മൾ ഈ വീഡിയോ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഈ റൂസ്വെൽറ്റ് എന്ത് രോഗമുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് എഴുന്നേറ്റിരിക്കാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ ഇദ്ദേഹം ഈ ഡയറി എഴുതുകയും അന്നത്തെ കാര്യങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യും. രാത്രി 9-10 മണി വരെയും ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ തൻ്റെ കൂട്ടത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ, ഈ അമേരിക്കൻസ് അല്ലാതെ ഉള്ള ബ്രസീലിയൻസ്, അവരുമായിട്ട് നല്ല ചങ്ങാത്തത്തിൽ അല്ലെങ്കിൽ അവരുമായിട്ട് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം പ്രത്യേകം സമയമൊക്കെ കണ്ടെത്തിയിരുന്നു. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ ഇതിനകത്തുണ്ടായിരുന്നു. പൈഷോൺ അല്ലെങ്കിൽ പൈഷോൺ എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇതേ സംഘത്തിലുള്ള ലിറ എന്ന് പറഞ്ഞ മനുഷ്യനുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ ഹോണ്ടോണിന്റെ ഈ ടെലിഗ്രാഫ് ലൈൻ പര്യവേഷണത്തിലൊക്കെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളാണ് ഈ പൈഷോൺ. ഈ ഒരു ഗ്രൂപ്പിലെ ബ്രസീലിയൻസിന്റെ അധികാരി ഇദ്ദേഹമായിരുന്നു. ഈ പൈഷോൺ ആയിരുന്നു. ഹോണ്ടോൺ, ലിറ അങ്ങനെയുള്ള ആളുകളെ പോലെ തന്നെ നല്ല പരിശ്രമശാലിയായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഈ പൈഷോൺ. എപ്പോഴും അധ്വാനിക്കും. അങ്ങനെ അധ്വാനിച്ചിട്ട് ഇദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പോയി. അങ്ങനെ കണ്ടതുകൊണ്ട് ഈ റൂസ്വെൽറ്റ് എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഒരു ജോഡി വസ്ത്രം ഈ പൈഷോണിന് കൊടുക്കുകയും ചെയ്തു. അതായത് റൂസ്വെൽറ്റ് ഒരാൾക്കൊരു വസ്ത്രമൊക്കെ കൊടുക്കുക എന്ന് പറയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹത്തിന് ഈ പൈഷോണിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ചുരുക്കത്തിൽ ഈ കൂട്ടത്തിലുള്ള ബ്രസീലിയൻസിൽ ഈ റൂസ്വെൽറ്റിന് ഏറ്റവും ഇഷ്ടമുള്ള ആള് ഈ പൈഷോണും ഏറ്റവും വെറുപ്പുള്ള ആള് മുമ്പ് പറഞ്ഞ ജൂലിയോയും ആയിരുന്നു. ജൂലിയോയെ കാണുന്നത് തന്നെ അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു. അതിന് കാരണമായിട്ട് ഓരോ ദിവസവും ജൂലിയോ ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു ദിവസം എന്തോ ഒരു പണി കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ അധ്വാനിച്ച ഈ ബ്രസീലിയൻ സുഹൃത്തുക്കൾക്ക് കെർമിറ്റ് കുറച്ച് പുകയില, ഇദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന പുകയില അവർക്ക് കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒരു പണിയും ചെയ്യാതെ നിന്നിരുന്ന ഈ ജൂലിയോ ചെന്നിട്ട് കെർമിറ്റിനോട് തനിക്കും പുകയില വേണം എന്ന് ആവശ്യപ്പെട്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽറ്റിന് കലി വന്നു. മടിയനായിട്ട് പണിയൊന്നും എടുക്കാതിരുന്നിട്ട് അവൻ പുകയില, ഈ സമ്മാനം, മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സമ്മാനം സ്വീകരിക്കാൻ വന്നിരിക്കുകയാണ്. അത്രയ്ക്ക് നാണമില്ലാത്ത ഒരുത്തനാണ് ഈ ജൂലിയോ എന്നാണ് റൂസ്വെൽറ്റ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പൈഷോണും ഈ ജൂലിയോയും തമ്മിൽ സ്ഥിരമായിട്ട് വഴക്കും ഉണ്ടാകാറുണ്ടായിരുന്നു. കാരണം പൈഷോൺ ആണല്ലോ ഇവരുടെ അധികാരി. ജൂലിയോ പണിയാതിരിക്കുന്നത് പൈഷോൺ കാണുകയും അതിനെ ചൊല്ലിയിട്ട് ഇവർ തമ്മിൽ തർക്കത്തിലാവുകയും ചെയ്തു. ഒരു ദിവസം ഇവർ തമ്മിൽ കലഹമുണ്ടായിട്ട് പൈഷോൺ ഈ ജൂലിയോയുടെ മുഖത്തിന് നല്ല ഇടി കൊടുത്തു. അത് ആ സമയത്ത് ഈ ജൂലിയോ എന്തോ ഭക്ഷണം മോഷ്ടിക്കുന്നത് എങ്ങാണ്ട് പൈഷോൺ കണ്ടെത്തി. അതുകൊണ്ടാണ് അങ്ങനെ ഇടി കൊടുത്തത്. ആ ഇടിയേറ്റ ജൂലിയോ എന്ത് ചെയ്തു? കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ കമാൻഡർമാരുടെ, ഏതാണ് നമ്മുടെ ഹോണ്ടോൺ,
റൂസ്വെൽട്ട് ഇവരുടെ രണ്ടുപേരുടെയും അരികിലെത്തിയിട്ട് പരാതി പറഞ്ഞു പൈസോൺ തന്നെ ഇടിച്ചു എന്ന്. റൂസ്വെൽട്ടിനെ അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നല്ല കലിയായി. റൂസ്വെൽട്ട് പറഞ്ഞു ഭക്ഷണം മോഷ്ടിക്കുന്നവനെ വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. എന്നിട്ട് അവൻ പരാതിയായിട്ട് വന്നിരിക്കുകയാണ് ഒരാൾ ഇടിച്ചു എന്നും പറഞ്ഞിട്ട്, പൈസോൺ ഇടിച്ചു എന്ന് പറഞ്ഞിട്ട്, നിനക്ക് ഇടി തന്നെയാണ് കൊള്ളേണ്ടത് എന്നാണ് റൂസ്വെൽട്ട് പറഞ്ഞത്. ഇതുകൂടാതെ ഇനിയും നീ മോഷ്ടിച്ചു കഴിഞ്ഞാൽ നിന്നെ കാട്ടിൽ ഉപേക്ഷിക്കുമെന്ന് പോർഷോണും ലിറയും ഈ ജൂലിയോയെ താക്കീത് ചെയ്യുകയും ചെയ്തു. സംഘം അങ്ങനെ വീണ്ടും യാത്ര തുടർന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ ആന്റോണിയോ പരേസി ഇവരോട് ഇങ്ങനെ റാപ്പിഡ്സ് ഇനി വലുതൊന്നും കാണില്ല എന്നൊക്കെ പറഞ്ഞിരുന്നുവെങ്കിലും വലിയ വലിയ റാപ്പിഡ്സ് ജലപാതങ്ങളൊക്കെ ഇവരുടെ മുന്നിൽ ഇനിയും പ്രത്യക്ഷപ്പെടുകയാണ്. ഇവർ ഇപ്രാവശ്യം ചെയ്യുന്നത് ഈ കരയിലൂടെ പോർട്ടേജ് നടത്താതെ ഈ തോണികൾ കെട്ടിയിറക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അതായത് ഈ റാപ്പിഡ്സിന്റെ മുകളിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ നിന്ന് വള്ളികളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ തോണികൾ ഇവർ കെട്ടിയിറക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക. ഈ സമയത്ത് തുഴച്ചിലുകാരല്ലാത്ത ബാക്കിയുള്ള ആളുകൾ, നമ്മുടെ ഈ റൂസ്വെൽട്ടും കഷസേറി ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമയത്ത് കരയിലേക്ക് ഇറങ്ങുകയും സാധനങ്ങളൊക്കെ അവർ ചുമന്നുകൊണ്ട് ഈ റാപ്പിഡ്സിന് അപ്പുറം എത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു റാപ്പിഡ്, വളരെ ഭീകരമായിട്ട് ഒഴുക്കുള്ള വലിയൊരു റാപ്പിഡ് ഇതുപോലെ ഇവർ മറികടക്കാൻ ശ്രമിക്കുകയാണ്. തുഴച്ചിലുകാർ ഈ പറയുന്ന ഇവരുടെ കയ്യിലുള്ള തോണികൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ബാൽസയൊക്കെ ആയിട്ട്, അതായത് കെട്ടിവെച്ചിട്ട് അങ്ങനെയൊക്കെയാണല്ലോ ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബാൽസ, 2 തോണികൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരു ബാൽസ ഇവർ ഒരു വിധത്തിൽ കെട്ടിയിറക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്ന് ഇത് വഴുതി പോവുകയും ഈ ബാൽസ മറ്റൊരു വശത്തേക്ക് ഈ ഒഴുക്കിൽപ്പെട്ടിട്ട് വേറൊരു വശത്തേക്ക് പോവുകയും ചെയ്തു. ഇവർ തങ്ങളുടെ കയ്യിലുള്ള ഈ വള്ളികളൊക്കെ വെച്ചിട്ട് ബാൽസ നിയന്ത്രിക്കുവാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ കയ്യിൽ നിൽക്കുന്നില്ല, ഒഴുക്കിനനുസരിച്ചിട്ട് ഈ ബാൽസ പോവുകയാണ്. ബാൽസ ഇവരിൽ നിന്ന് കയ്യിൽ നിന്ന് പോകും എന്ന് മനസ്സിലാക്കിയ ഈ വെള്ളത്തിൽ കിടന്നിരുന്ന തുഴച്ചിലുകാർ അവർ ഉറക്കെ നിലവിളിച്ചു. ഈ സമയത്ത് ബാക്കിയുള്ള ആളുകൾ കാട്ടിനുള്ളിലൂടെ പോർട്ടേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സാധനങ്ങൾ, ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു നിലവിളി, ഇവരുടെ നിലവിളി കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾക്ക് ഭയമായി. കാരണം ഇവർക്ക് മനസ്സിലായി മറ്റൊരു വഞ്ചി കൂടി അല്ലെങ്കിൽ 2 വഞ്ചികൾ കൂടി നഷ്ടപ്പെടാൻ പോവുകയാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഈ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ഓടിച്ചെന്നു. അങ്ങോട്ടേക്ക് ഓടിച്ചെന്നവരിൽ ആദ്യം വന്ന ആള് നമ്മുടെ തിയഡോർ റൂസ്വെൽട്ട് തന്നെയായിരുന്നു. റൂസ്വെൽട്ടിന് ഒരു പ്രശ്നമുണ്ട്, നമുക്കറിയാം പല പ്രശ്നങ്ങളുണ്ട് ഇദ്ദേഹത്തിന്റെ ശരീരത്തിന്. ഇദ്ദേഹത്തിന്റെ ഇടത്തെ കാലത്ത് തകർന്നിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് ഇതിനു മുമ്പ് ഒരു ട്രോളി ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ കുതിരപ്പുറത്തുനിന്ന് ഇദ്ദേഹം വീണിട്ടുണ്ട്. 2 സമയത്ത് ഇദ്ദേഹത്തിന്റെ ഇടത്തെ കാലിനാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. അന്നത്തെ കാലത്തെ ശസ്ത്രക്രിയയും കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇദ്ദേഹത്തിന് അത് വീണ്ടെടുക്കാൻ സാധിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ കാല്. അതുകൊണ്ട് ആ കാലിന് നല്ല രീതിയിൽ പ്രശ്നമുണ്ട്, ബലക്കുറവുമുണ്ട്. ഇതൊന്നും വകവയ്ക്കാതെ ഇദ്ദേഹം ഈ തോണി നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു ഭയത്തിൽ നേരെ വെള്ളത്തിലേക്ക് അങ്ങ് എടുത്തു ചാടി. എന്നിട്ട് നീന്തിയിട്ട് ഈ തോണി നോക്കിക്കൊണ്ടിരിക്കുന്ന ബാക്കി 2 തുഴച്ചിലുകാരുണ്ട്, അവർ വെള്ളത്തിൽ കിടക്കുകയാണ്. എന്നിട്ട് കയറ് വെച്ച് വലിക്കാൻ നോക്കുകയാണ്. അവരുടെ കൂട്ടത്തിലേക്ക് ഓടിച്ചെന്നിട്ട് ഈ തോണി നിയന്ത്രിക്കുവാനായിട്ട് ഇദ്ദേഹവും ശ്രമിച്ചു. ആ ഒരു ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ തോളറ്റം വരെയും വെള്ളമുണ്ട്. അതായത് ഈ കഴുത്തിന് മുകളിലോട്ടുള്ള തല മാത്രമേ വെളിയിലുള്ളൂ. അങ്ങനെ ആ ഒരു തോളറ്റം വരെയും വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ അഭ്യാസം എല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടതോടെ കെർമിറ്റും ബാക്കിയുള്ള ആളുകളും കൂടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അവരങ്ങോട്ടേക്കല്ല ചാടിയത്, അവര് തൊട്ടരികിൽ ഒരു ചെറിയ ദ്വീപുണ്ട്, അവരെ അങ്ങോട്ടേക്ക് നീന്തി കയറിയിട്ട് അവിടെ നിന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വടങ്ങളും വള്ളികളും ഒക്കെ ഇവർക്ക് എറിഞ്ഞു കൊടുത്തു. ആ എറിഞ്ഞു കൊടുത്ത വള്ളികളും വടങ്ങളും ഇവരെന്ത് ചെയ്തു, ഈ ബാൽസയിലേക്ക് കെട്ടി. എന്നിട്ട് ഈ സമയം അപ്പൊ അങ്ങനെ കെട്ടിക്കഴിയുമ്പോഴേക്കും ഈ ദ്വീപിലുള്ള ആളുകൾക്ക് ഇത് വലിച്ച് അങ്ങോട്ടേക്ക് അടുപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ സാവധാനം ഇവര് സമയമെടുത്തിട്ട് ഈ ബാൽസ ഒരു വിധത്തില് വലിച്ച് ആ ഒരു ചെറിയ ദ്വീപിലേക്ക് അടുപ്പിക്കുകയും അത് രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ പണിയെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴാണ് റൂസ്വെൽട്ട് ചുറ്റുമുള്ള വെള്ളത്തിലേക്കൊന്ന് നോക്കിയത്. ഈ കലക്ക വെള്ളമാണ്, പക്ഷെ അതിന്റെ കൂട്ടത്തിൽ കുറച്ചുകൂടി ഡാർക്കായിട്ട് ഇദ്ദേഹത്തിന് ചുറ്റും വെള്ളം കിടപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ മുട്ടിന് കാര്യമായ പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങോട്ട് ചാടിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ വലത്തെ കാല് മുട്ടിന്റെ താഴെയുള്ള ഭാഗമില്ലേ, ആ ഭാഗം ഏതോ പാറയിൽ പോയി ഇടിച്ചതാണ്. എന്നിട്ട് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ട്. അവിടെ നിന്ന് രക്തം ഇങ്ങനെ പുറത്തേക്ക് പോകുന്നുണ്ട്. അത് വെള്ളത്തിൽ കലർന്നു പോകുന്ന ഭാഗമാണ് ഇദ്ദേഹം കാണുന്നത്. ഈ ഒരു ആവേശത്തിനിടയ്ക്ക് ഇദ്ദേഹം ഇങ്ങനെ പരിക്ക് പറ്റിയ കാര്യമൊന്നും ശ്രദ്ധിച്ചതേ ഇല്ല. ഓർക്കുക, ഇദ്ദേഹത്തിന്റെ ഇടത്തെ കാലിന് കുറച്ച് കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ വലത്തെ കാലിനും പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഇവര് പണി കഴിഞ്ഞിട്ട് ഒരു വിധത്തിൽ കരയ്ക്ക് കയറിയ ആ നിമിഷം കനത്ത പേമാരിയും ആരംഭിച്ചു. ഇവര് അന്നത്തെ ദിവസം വൈകുന്നേരം ഈ മഴ മുഴുവൻ നനഞ്ഞുകൊണ്ടാണ് ഇവർ ടെന്റുകൾ കെട്ടിയത്. നനഞ്ഞ് കുതിർന്നാണ് ഇവർ ഈ ടെന്റിനകത്ത് കിടന്നത് തന്നെ. അങ്ങനെ ആ റാപ്പിഡൊക്കെ മറികടന്നിട്ട് പിറ്റേ ദിവസം ഇവർ വീണ്ടും യാത്ര ആരംഭിച്ചു. പക്ഷെ ആ ഒരു സമയത്ത് പരിക്ക് പറ്റിയ റൂസ്വെൽട്ടിന്റെ നില അതീവ ഗുരുതരമായിട്ട് മാറി. ഇദ്ദേഹത്തിന് പനി തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന് നടക്കാനും പറ്റുന്നില്ല. ആ ഒരു സമയത്ത് കൂടുതൽ റാപ്പിഡ്സ് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ഹോണ്ടോണും കുറച്ച് പേരും കൂടെ മുന്നോട്ടേക്ക് നടന്നിട്ട് നോക്കി ഇനി എങ്ങോട്ടേക്കാണ്, എത്ര ദൂരമാണ് ഈ റാപ്പിഡ്സ് ഉള്ളത് എന്ന് നോക്കുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഹോണ്ടോൺ പോയി വന്ന ശേഷം ഇവരോട് പറഞ്ഞ വാർത്ത ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. കാരണം നമ്മൾ മുമ്പ് കാണിച്ചതുപോലെ ഇവിടെ പോർട്ടേജ് നടത്തുവാനോ വള്ളങ്ങൾ സാധനമൊക്കെ ഇറക്കിയിട്ട് കെട്ടിയിറക്കാനായിട്ടോ ഒന്നും പറ്റില്ല. ഇത് രണ്ടും പറ്റാത്തൊരു സ്ഥലമാണ് ഇപ്പോഴും നമ്മൾ പോകുന്നത്. അതായത് ഈ നദി ഒരു മലയിടുക്കിലൂടെയാണ് പോകുന്നത്.
അവിടെ നമുക്ക് വലിയ വലിയ ജലപാതമൊക്കെയാണ് മുമ്പിൽ കാണുന്നത്. അവിടെ കെട്ടിയിറക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് പ്രശ്നമുള്ള സ്ഥലമാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ സൈഡിലൂടെ പോർട്ടേജ് നടത്തണം എന്നുണ്ടെങ്കിൽ പോലും നടക്കില്ല. കാരണം നിരപ്പായ സ്ഥലമില്ല. ഒരു വലിയ 2 മലകളുടെ ഇടയിലൂടെയാണ് ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കാട്ടിലൂടെ കൊണ്ടുപോകാനും പറ്റില്ല. 2 പണിയും പറ്റാത്തത് കൊണ്ട് ഒരു പക്ഷേ ഈ വള്ളങ്ങൾ നമുക്ക് ഇവിടെ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഹോണ്ടോൺ വന്ന് പറഞ്ഞത്. ഹോണ്ടോണിന് മുന്നിൽ മറ്റു വഴികളൊന്നുമില്ല. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, ഈ വള്ളങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതിന് പറ്റിയ ചരക്കുകൾ ഉപേക്ഷിച്ച ശേഷം ചുമക്കാൻ പറ്റുന്ന സാധനം മാത്രമായിട്ട് ഈ മനുഷ്യരുമായിട്ട് കാട്ടിലൂടെ പോവുക. ഇദ്ദേഹം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹത്തിന് അറിയാം, ഇദ്ദേഹം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ആളുകൾ ഈ വിടവിലൂടെ തന്നെ ഈ വഞ്ചികൾ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ അത് അവരെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യമാണെന്ന് ഹോണ്ടോണിന് അറിയാം. അതുകൊണ്ടാണ് ഹോണ്ടോൺ പറഞ്ഞത് ഇതൊന്നും നടക്കാൻ പോകുന്ന കേസല്ല, അതുകൊണ്ട് നമുക്ക് നടക്കാം എന്ന്. പക്ഷേ ഈ കെർമിറ്റ് അങ്ങനെ വിട്ടുകൊടുക്കുന്ന ആളൊന്നുമല്ല. കെർമിറ്റ് എന്ത് ചെയ്തു, ഹോണ്ടോണിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒന്നുകൂടി ഈ ഒരു സ്ഥലത്തേക്ക് വരികയും അവിടെ ഒരു കുന്നുണ്ടായിരുന്നു. ആ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് ഈ നദി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നോക്കുകയും ചെയ്തു. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നയന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവർ കണ്ടത്. അതായത് അങ്ങ് അകലേക്ക്, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ പാമ്പ് പോലെ വളഞ്ഞ് വളഞ്ഞ് അങ്ങ് അകലേക്ക് ഒരു വെള്ളി അരഞ്ഞാണം പോലെ ഈ റിവർ ഓഫ് ഡൗട്ട് അങ്ങ് പോയി എങ്ങോട്ടോ ഈ ഒരു മൂടൽ മഞ്ഞിലേക്ക് പോയി അലിയുന്ന ഒരു കാഴ്ചയാണ് ഇവർ കാണുന്നത്. നല്ല രസമുള്ള കാഴ്ചയാണ്. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അത് അത്ര രസമുള്ള കാഴ്ചയൊന്നുമില്ല. കാരണം അത്രയും ദൂരം ഇനി ഇവർക്ക് സഞ്ചരിക്കേണ്ടതാണ്. അത് മാത്രമല്ല, വള്ളങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ അത്രയും ദൂരം കാട്ടിലൂടെ സഞ്ചരിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കെർമിറ്റ് പറഞ്ഞു, ഇത്രയും ദൂരം നമ്മൾ എങ്ങനെ പോകാനാണ് കാട്ടിലൂടെ? അതും ഇതിൻ്റെ തീരത്തോടെ നടക്കാനൊന്നും പറ്റിയെന്ന് വരത്തില്ല. ഉൾക്കാട്ടിലൂടെ തന്നെ നടക്കണം. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഇവർ നഷ്ടപ്പെടും, അല്ലെങ്കിൽ ഇവർക്ക് വഴി തെറ്റിപ്പോയെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് എങ്ങനെയും ഈ വള്ളങ്ങൾ അപ്പുറം കടത്തിയേ പറ്റൂ, തന്നെ കൊണ്ടത് പറ്റും എന്ന് കെർമിറ്റ് ഹോണ്ടോണിനോട് പറഞ്ഞു. കെർമിറ്റ് ഇങ്ങനെ പറയുമ്പോഴേക്കും ബാക്കിയുള്ള ആളുകൾ അതിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് രസം. അതായത് കെർമിറ്റ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കെർമിറ്റ് ഇതിലെ ഏറ്റവും ആവേശമുള്ള മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. ഇദ്ദേഹം പല കാര്യങ്ങളും മുന്നിട്ടിറങ്ങിയിട്ട് ചെയ്യുന്നത് ആളുകൾ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ കൂടെ സർവേയിൽ എപ്പോഴും ഉള്ള ഒരാളാണ് ലിറ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, കെർമിറ്റ് പറയുന്നത് ശരിയാണ്, കെർമിറ്റിനെ കൊണ്ട് സാധിക്കും, നമ്മളെ കൊണ്ട് സാധിക്കും. ഞാനും കെർമിറ്റും കൂടെ ഈ ഒരു പണി എങ്ങനെയെങ്കിലും ഈ വള്ളങ്ങൾ കെട്ടിയിറക്കിക്കൊള്ളാം ഈ വിടവിലൂടെ, പേടിക്കേണ്ട ആവശ്യമില്ല. ആ സമയത്ത് നിങ്ങൾ ഈ മലകൾ താണ്ടി മലകളുടെ ചെരുവിലൂടെ വഴി ഉണ്ടാക്കിയിട്ട് സാധനങ്ങൾ പോർട്ടേജ് ചെയ്യണം. ഈ 2 പണികളും തീർക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 4-5 ദിവസങ്ങൾ വേണ്ടി വരും. ചെറിയ ദൂരമൊന്നുമല്ല, നല്ല ദൂരമുണ്ട്. അതായത് ഇവർക്ക് ഈ കാട്ടിലൂടെ തന്നെ പല ക്യാമ്പുകൾ ഉണ്ടാക്കേണ്ടി വരും. ഒരു ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ മറ്റൊരു താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുക, ആ താൽക്കാലിക ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുക. അങ്ങനെ 3-4 ക്യാമ്പുകൾ കഴിഞ്ഞ ശേഷം മാത്രമാണ് ഈ റാപ്പിഡ് അവസാനിക്കുക. വലിയ പണിയാണ് ഇവരുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. ഇതേസമയം കനത്ത മഴയും ആരംഭിച്ചു. അതായത് ഇവരുടെ യാത്രയിലെ ഏറ്റവും പ്രയാസമേറിയിട്ടുള്ള ഒരു സമയമാണ് ഇത്. ഈ ഒരു സമയത്ത് നമ്മുടെ റൂസ്വെൽറ്റിൻ്റെ പനി വളരെയധികം കൂടുകയും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നല്ല ചൂട് അനുഭവപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിന് നടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ ഈ ഡോക്ടർ കഷസൈറ സദാസമയം ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഒരു താൽക്കാലിക ടെന്റിൽ ഇരിക്കുകയാണ്. അന്ന് രാത്രി റൂസ്വെൽറ്റും ഈ കഷസൈറയും ഒന്നും നേരെ ചൊവ്വേ ഇറങ്ങിയിട്ടില്ല. വെളുക്കാറായി കഴിഞ്ഞപ്പോഴേക്കും റൂസ്വെൽറ്റ് ഷെറി എന്ന് ഉറക്കെ വിളിച്ചു. അത് കേട്ടിട്ട് ഷെറി എഴുന്നേറ്റു. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ അരികിൽ വന്നിരുന്നു. ആ ഒരു സമയത്ത് ഷെറിയോട് ഈ റൂസ്വെൽറ്റ് ചോദിച്ചു, എങ്ങനെയാണ് ഇനി മുന്നോട്ട് പോകുന്നത്? അപ്പോൾ ഷെറി ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതായത് വലിയ കിലോമീറ്ററുകൾ നീളമുള്ള റാപ്പിഡാണ്. മലയുടെ ചെരുവിലൂടെ ഒരു വഴിയൊക്കെ വെട്ടിയിട്ട് സാധനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. റൂസ്വെൽറ്റും ഷെറിയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കെർമിറ്റും എഴുന്നേറ്റു. കെർമിറ്റും അച്ഛൻ്റെ അരികിൽ വന്നിരുന്നു. റൂസ്വെൽറ്റ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞു, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിയ ശേഷം റൂസ്വെൽറ്റ് ഇവരോട്, കെർമിറ്റിനോടും ഷെറിയോടും ഡോക്ടർ കഷസൈറോടും പറഞ്ഞു, ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുള്ള 21 ആളുകളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ യാത്ര പൂർത്തീകരിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ ആരോഗ്യമുള്ള ആളുകൾ വെറുതെ ഇവിടെ കിടന്ന് സമയം കളയേണ്ട യാതൊരു കാര്യവുമില്ല. അവർ മുന്നോട്ട് പോകട്ടെ. അതുകൊണ്ട് നിങ്ങൾ ഇനി എന്നെ നോക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് നല്ല പനിയാണ്, നടക്കാനൊന്നും പറ്റില്ല. എന്നെയും ചുമന്നുകൊണ്ട് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ആരോഗ്യമുള്ള നിങ്ങളുടെ ആരോഗ്യം കൂടെ നശിക്കും, നിങ്ങൾക്കും പരിക്ക് പറ്റും, പ്രശ്നമാവും, ആരും രക്ഷപ്പെടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വിട്ടേക്കുക. ഐ വിൽ സ്റ്റോപ്പ് ഹിയർ. ഇത് കേട്ടിട്ട് ഷെറിയും കെർമിറ്റും ഞെട്ടിപ്പോയി. അച്ഛന് വേണ്ടിയിട്ടാണ് കെർമിറ്റ് ഈ പണിക്ക് ഇറങ്ങി വന്നത് തന്നെ. അച്ഛനെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ടാണ് അമ്മ കെർമിറ്റിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത്. ആ അച്ഛനില്ലാതെ എങ്ങനെയാണ് കെർമിറ്റ് തിരികെ അമേരിക്കയിലേക്ക് പോവുക? പക്ഷേ താനെങ്കിലും ജീവനോടെ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തിലാണ് പിതാവ് ഇങ്ങനെ പറയുന്നത് എന്ന് കെർമിറ്റിന് മനസ്സിലായി. പക്ഷേ കെർമിറ്റ് എന്ത് ചെയ്തു? ഈ ഒരു സമയത്ത് അച്ഛനും മകനും അങ്ങോട്ടും ഇങ്ങോട്ടും റോൾ അങ്ങ് മാറ്റി. കെർമിറ്റ് പറഞ്ഞു, ഇവിടെ ഞാനാണ് കാര്യങ്ങൾ ഇനി തീരുമാനിക്കുന്നത്. അച്ഛൻ വയ്യാതെ കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നത് അച്ഛൻ കേൾക്കുക. ഞാൻ അല്ലെങ്കിൽ ഷെറിയും ഞാനും ബാക്കിയുള്ള ആളുകളും ഒക്കെ ഈ റൂസ്വെൽറ്റിനെ, അച്ഛനെ വിട്ടിട്ട് ഒരിക്കലും ഇവിടെ നിന്ന് പോവില്ല. അങ്ങനെ ഒരാളെയും ഞങ്ങൾ ഉപേക്ഷിക്കില്ല. അതുകൊണ്ട് അക്കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. ചില സമയങ്ങളിൽ മകൻ അച്ഛൻ്റെ റോള് ഏറ്റെടുക്കേണ്ടി വരും. അങ്ങനെ വന്ന ഒരു സന്ദർഭമാണ് ഇത്.
കെർമിറ്റ് എന്ത് ചെയ്തു? പക്വതയുടെ കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ്, പിതാവിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്, വയ്യാത്തത് കൊണ്ടാണ്. പക്ഷേ ഞാൻ ഒരിക്കലും ഇത് ചെയ്യില്ല. തിരിച്ച് ഞാനായിരുന്നെങ്കിൽ അച്ഛൻ ഇങ്ങനെ പോകുമായിരുന്നു? ഇല്ലല്ലോ, അതുകൊണ്ട് ഞാനും ചെയ്യില്ല. റൂസ്വെൽറ്റിന്റെ മനസ്സ് ശക്തമാണ്, പക്ഷേ ശരീരം അതിനനുസരിച്ചിട്ട് വീക്കാണ്. ഇദ്ദേഹത്തിന് ഇനിയും ഇവിടെ നിന്ന് അടുത്ത ക്യാമ്പിലേക്ക്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, നീളമുള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ നീളമുള്ള ഒരു പോർട്ടേജാണ് ഇവർ നടത്തുന്നത്. അതുകൊണ്ട് മലയുടെ സൈഡിലൂടെ വേണം ഇവർക്ക് വഴിയൊക്കെ വെട്ടിട്ട് മുന്നോട്ട് പോകുവാനായിട്ട്. പല താൽക്കാലിക ക്യാമ്പുകൾ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ക്യാമ്പിൽ നിന്ന് റൂസ്വെൽറ്റിനെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റുകയൊക്കെ വേണം. റൂസ്വെൽറ്റ് ഇവിടെ നിന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു ക്യാമ്പിൽ കിടക്കുകയാണ്. ഇവരെന്ത് ചെയ്തു? കെർമിറ്റ്, കഷസൈറ, ലിറ, അങ്ങനെ കുറച്ച് പേര്, ഈ ഷെറി, അങ്ങനെ കുറച്ച് പേര് ഇദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ട് ഈ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് ഇദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ തന്നെ നടക്കാൻ പറ്റുന്ന പ്രായം ആയ ശേഷം ഈ റൂസ്വെൽറ്റ് മറ്റൊരാളുടെ സഹായത്തോടെ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ നടക്കുന്നത്. അങ്ങനെ ഇവർ ഒരു വിധത്തിൽ താങ്ങിയെടുത്തുകൊണ്ട് ഈ റൂസ്വെൽറ്റിനെ അടുത്ത താൽക്കാലിക ക്യാമ്പിൽ കൊണ്ടെത്തിച്ചു. അതിനുശേഷം റൂസ്വെൽറ്റിന്റെ കൂട്ടത്തിൽ മാറി മാറി ലിറയോ, ഷെറിയോ, കെർമിറ്റോ, കഷസൈറിയോ ഒക്കെ മാറി മാറി കാവൽ നിൽക്കും. ആ സമയത്ത് ബാക്കിയുള്ളവർ ചരക്കുകൾ മാറ്റുകയും ഈ പറയുന്ന തോണികൾ കെട്ടി ഇറക്കാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ പല പണികൾ ഇതിന് സമാന്തരമായിട്ട് നടക്കുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഹോണ്ടോൺ ഉൾപ്പെടെയുള്ള പല ആളുകൾ വേട്ടയ്ക്കായിട്ട് കാട്ടിലേക്ക് കയറുന്നുമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പണികൾ വിഭജിച്ച് കൊടുത്തിരിക്കുകയാണ്. ഈ പണികൾ 3-4 ദിവസങ്ങൾ കൊണ്ടാണ് ഇവർക്ക് തീർക്കുവാനായിട്ട് സാധിച്ചത്. അത്രയും ദിവസങ്ങൾ എടുക്കുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നതല്ലേ. അത്രയ്ക്ക് വലിപ്പമുള്ള നീളമുള്ള ഒരു സ്ഥലമാണ്, നീളമുള്ള ഒരു റാപ്പിഡാണ്. അതിന് സമാന്തരമായിട്ടാണ് ഈ പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 4 ദിവസങ്ങൾ കൊണ്ട് ഇവർക്ക് വഞ്ചികൾ സുരക്ഷിതമായിട്ട് അപ്പുറം എത്തിക്കാനായിട്ട് സാധിച്ചു, കെർമിറ്റിനും ലിറയ്ക്കും ഒക്കെ. പക്ഷേ ഒരെണ്ണം ഇവരുടെ കയ്യിൽ നിന്ന് മിസ്സായി താഴെ വീണ് ചിന്നിച്ചിതറി. ഇതുകൂടാതെ ഈ 4 ദിവസങ്ങളിലും രാത്രിയിൽ പെരുമഴയായിരുന്നു. ഇവർ കെട്ടിയിരിക്കുന്ന കൂടാരങ്ങളെല്ലാം ചോർന്ന് ഒലിക്കുകയാണ്. ഈ പറയുന്ന മഴയ്ക്കിടയ്ക്ക് ഇവർക്ക് നന്നാക്കാനൊന്നും പറ്റില്ല. ഇതിനകത്തൂടെ വെള്ളം അകത്തേക്ക് കയറി ഈ പനി പിടിച്ച് കിടക്കുന്ന നമ്മുടെ റൂസ്വെൽറ്റ്, ഇദ്ദേഹത്തിന്റെ ദേഹം മുഴുവൻ നനഞ്ഞു. രാത്രി മുഴുവനും ഈ പനിയുള്ള ഈ മനുഷ്യൻ ഈ കനത്ത പേമാരയിൽ ഈ ടെന്റിനകത്ത് നനഞ്ഞു കുതിർന്നാണ് ഇരിക്കുന്നത്. ചുരുക്കത്തിൽ റൂസ്വെൽറ്റ് ആകെ അവശനായി. പുതിയതായിട്ട് വഞ്ചികളൊക്കെ പണന്നെങ്കിലും വീണ്ടും ഒരെണ്ണം കൂടെ നഷ്ടപ്പെട്ടു. അങ്ങനെ വീണ്ടും ഇവർക്ക് 5 തോണികൾ മാത്രമായി. ഈ 5 തോണികൾക്ക് വലിയ വലിപ്പമുള്ള തോണികളൊന്നും അല്ല. അതുകൊണ്ട് സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഈ 5 തോണികളിൽ കയറില്ല, ആളുകളും കയറില്ല. അതുകൊണ്ട് ഹോണ്ടോൺ എന്ത് ചെയ്തു? ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ ഈ ആളുകൾ മൊത്തത്തോടെ ഈ വഞ്ചിയിൽ കയറണ്ട, പഴയതുപോലെ തന്നെ ഈ വയ്യാത്ത നമ്മുടെ റൂസ്വെൽറ്റ്, അദ്ദേഹത്തിനെ നോക്കാനായിട്ട് കഷസൈറ, അങ്ങനെ 1-2 പേര് മാത്രം ഇതിനകത്ത് കയറിയാൽ മതി. ബാക്കിയുള്ളവർ പഴയതുപോലെ തന്നെ കാട്ടിലൂടെ നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തീരുമാനമാണ് ഹോണ്ടോൺ വീണ്ടും എടുത്തത്. ഇതിന്റെ കാരണം ആ കുന്നിന്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് അനേകം റാപ്പിഡ്സ് കാണാൻ പറ്റി. ഇതെല്ലാം കയറുക ഇറങ്ങുക, സാധനങ്ങൾ കയറ്റുക, വീണ്ടും ഇറക്കുക, അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആളുകൾ മടുക്കും. അതുകൊണ്ടാണ് തുടർച്ചയായിട്ട് തന്നെ ആളുകൾ നടക്കട്ടെ, കരയിലൂടെ നടക്കട്ടെ, ബാക്കിയുള്ളവർ എങ്ങനെയും ഈ തോണികൾ, മിച്ചമുള്ള തോണികളൊക്കെ അപ്പുറം എത്തിക്കട്ടെ എന്നുള്ളൊരു തീരുമാനത്തിൽ ഹോണ്ടോൺ എത്തിയത്. അങ്ങനെ ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വീണ്ടും തുടരുകയാണ്. കരയിലൂടെ നടക്കുന്ന ആളുകൾ പല താൽക്കാലിക ക്യാമ്പുകൾ അവർ നിർമ്മിക്കും. എന്നിട്ട് സാധനങ്ങൾ ഒരു ക്യാമ്പിൽ നിന്ന് മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റും. അങ്ങനെ 3-4 ക്യാമ്പുകൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ക്യാമ്പുകൾ മാറ്റി ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, കരയിലൂടെ പോകുന്നവർ. ഇങ്ങനെ ഇവർ നിർമ്മിച്ചിരിക്കുന്ന പല ക്യാമ്പുകളിലും ആവശ്യത്തിന് കാവൽക്കാർ ഇടാനൊന്നും ആളില്ല അവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് 1-2 പേരൊക്കെയാണ് ഓരോ ക്യാമ്പിലും കാവലിന് ഇരിക്കുന്നത്. ഇങ്ങനെ പല ക്യാമ്പുകളിൽ ഒരു താൽക്കാലിക ക്യാമ്പിൽ പെദ്രീനോ എന്ന് പറഞ്ഞ ഒരാളാണ് കാവലിന് ഇരിക്കുന്നത്. അയാൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് അതേ ക്യാമ്പിൽ ഇദ്ദേഹത്തിന് സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് മൂവ്മെന്റ്സ് ഇദ്ദേഹം ശ്രദ്ധിച്ചു. ഇദ്ദേഹം പതുക്കെ നോക്കി, ഇതെന്താണ്, അല്ല മൃഗങ്ങളും വന്ന് കയറിയതാണോ, ഇനി ഗോത്രവർഗ്ഗക്കാർ വന്നതാണോ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും, ഈ പെദ്രീനോ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കള്ളൻ ജൂലിയോയാണ് ഇതിനകത്തേക്ക് വന്ന് കയറിയിരിക്കുന്നത്. ജൂലിയോ ഇതിനകത്ത് നിന്ന് സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിക്കുകയാണ്. അതും ഉണക്കയിറച്ചി. ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും, അല്ലെങ്കിൽ ഈ ഒരു സംഘത്തിൽ, ഇങ്ങനെയുള്ള പരിവേഷണ സംഘത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള, അല്ലെങ്കിൽ ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ് ഉണക്കയിറച്ചി. അതാണ് ഈ ജൂലിയോ രഹസ്യമായിട്ട് മോഷ്ടിക്കുന്നത്. പെദ്രീനോ എന്ത് ചെയ്തു? ഈ കാര്യം രഹസ്യമായിട്ട് പോയിട്ട് അടുത്ത ക്യാമ്പിൽ പോയിട്ട് പൈഷോണിനോട് കാര്യം പറഞ്ഞു. പൈഷോൺ ആണല്ലോ ഈ ബ്രസീലിയൻസിന്റെ നേതാവ്. പൈഷോൺ ഈ സമയത്ത് ഈ ക്യാമ്പിൽ നിന്ന്, പെദ്രീനോ ഉള്ള ക്യാമ്പിൽ നിന്ന് സാധനങ്ങൾ അടുത്ത ക്യാമ്പിലേക്ക്, ആ ക്യാമ്പിലാണ് റൂസ്വെൽറ്റ് കിടക്കുന്നത്, ആ ക്യാമ്പിലേക്ക് സാധനങ്ങൾ മാറ്റുകയാണ്. ഈ പെദ്രീനോ കാവൽ നിൽക്കുന്നു, പൈഷോണും ബാക്കിയുള്ള ഈ ജൂലിയോയും അങ്ങനെയുള്ള ആൾക്കാരാണ് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ജൂലിയോ ഒറ്റയ്ക്ക് തിരിച്ചു വന്ന സമയത്താണ് ഇവൻ ഈ മോഷ്ടിക്കുന്നത് പെദ്രീനോ കണ്ടെത്തുകയും ഈ പൈഷോണിനെ പിന്നീട് വിവരം അറിയിക്കുകയും ചെയ്തത്. പൈഷോണിന് സ്വാഭാവികമായിട്ടും വലിയ ദേഷ്യമുണ്ടായി. ഇവനെ ഇടിക്കണം എന്നൊക്കെ ഇദ്ദേഹത്തിന് തോന്നി. പക്ഷേ ഇവിടെ വലിയൊരു കാര്യങ്ങൾ നടക്കുകയാണ്, ഈ പോർട്ടേജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനിടയ്ക്ക് ഇവനോട് ചൂടാകുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണികൾ മൊത്തം കുളമാകും. ഇതുകൂടാതെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചോദിക്കേണ്ട, ഇത് കഴിഞ്ഞിട്ട് ചോദിക്കാം എന്നുള്ള രീതിയിൽ
ഈ പൈഷോൺ ഈ സമയത്ത് ജൂലിയോട് ഇക്കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. എന്നാൽ ജൂലിയോ പൈഷോണിനെ വീണ്ടും പ്രകോപിപ്പിച്ചു. ഇവർ സാധനങ്ങൾ ഒരു മലയുടെ സൈഡിലൂടെ ചെറിയൊരു വഴിയൊക്കെ ഉണ്ടാക്കിയ ശേഷം ഒരു വിധത്തിൽ ഈ ചരക്കുകൾ തള്ളിയും ഉന്തിയൊക്കെയാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് പേര് വലിക്കുന്നു, മറ്റു ചിലർ ഉന്തി കൊടുക്കുന്നു. ഈ ജൂലിയോ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് ഉന്തുന്നതായിട്ട് ഭാവിക്കുകയാണ്. ഇവൻ ഉന്തുന്നില്ല. ബാക്കിയുള്ളവർ കടന്ന് ജീവൻ കളഞ്ഞ് ഉന്തിക്കൊണ്ടിരിക്കുമ്പോഴേക്കും, ചരക്കുകൾ ഉന്തി കയറ്റിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ജൂലിയോ ഉന്തുന്നത് പോലെ ചുമ്മാ കൈ വെച്ചിരിക്കുകയാണ്. ഇവൻ ഉന്തുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇയാൾക്ക്, ഈ പൈഷോണിന് ദേഷ്യം വന്നു. അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വാക്ക് തർക്കം ആ ഒരു സമയത്ത് അവിടെ നടന്നു. പെദ്രിനോ കാവലിരിക്കുന്ന ആ ഒരു ടെന്റ്, പിന്നെ റൂസ്വെൽറ്റ് ഇപ്പോൾ വിശ്രമിക്കുന്ന ആ ഒരു ടെന്റ്, ഇതിനിടയ്ക്ക് രണ്ടും താൽക്കാലിക ടെന്റുകളാണ്. ഇതിനിടയ്ക്കാണ് ഈ പറയുന്ന സംഭവങ്ങളെല്ലാം നടക്കുന്നത്. റൂസ്വെൽറ്റിന്റെ ടെന്റിൽ ഇപ്പോൾ കെർമിറ്റ് ഇരിപ്പുണ്ട്, ഷെറി ഇരിപ്പുണ്ട്, പിന്നെ ഡോക്ടർ കഷസൈറ ഇരിപ്പുണ്ട്. ഇവരെല്ലാം വിശ്രമിക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്താണ് പുറത്ത് വലിയൊരു അനക്കവും ഞെരക്കവും ആരൊക്കെയോ ശപിക്കുന്ന ഒരു ശബ്ദമൊക്കെ ഇവർ കേട്ടത്. അപ്പോൾ നമ്മുടെ ഈ ഷെറി ബാക്കിയുള്ള ആളുകളോട്, ഈ ടെന്റിനകത്തുണ്ടായിരുന്ന ബാക്കിയുള്ള ആളുകളോട് പറഞ്ഞു, ഈ ഒരു മുരൾച്ചയും ഈ ശാപവാക്കുകളും ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാം ഈ വന്നിരിക്കുന്നത് ആരാണ് എന്ന്. അത് കേട്ടതോടെ ബാക്കിയുള്ള ആളുകൾ ചിരിച്ചു. അവർക്ക് മനസ്സിലായി പുറത്ത് വന്നിരിക്കുന്നത് ഈ ജൂലിയോ ആണ്. ജൂലിയോ എപ്പോഴും പണിയെടുക്കുന്നത് ബാക്കിയുള്ളവരെ ശപിച്ചുകൊണ്ടാണ്, പുറപുറത്തുകൊണ്ടാണ്. അതുകൊണ്ട് ഇവർക്ക് മനസ്സിലായി ഈ കുഴി പണിയാനായിട്ടുള്ള ഇവനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന്. ഷെറി ഈ ടെന്റിന്റെ വിടവിലൂടെ പുറത്തേക്കൊന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ വന്നിരിക്കുന്ന ജൂലിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട്. അതിനുശേഷം ജൂലിയോ എന്ത് ചെയ്തു, തോക്കുകൾ ഇരിക്കുന്ന ഒരു ഭാഗത്ത് എത്തിയിട്ട് അതിൽ നിന്ന് ഒരു തോക്കെടുത്തുകൊണ്ട് കാട്ടിനുള്ളിലേക്ക് സാവധാനം നടന്നങ്ങ് പോയി. ഷെറിക്ക് അതിനകത്ത് അസ്വാഭാവികമായിട്ടൊന്നും തോന്നിയില്ല. കാരണം ഈ ബ്രസീലിയൻസ് ഇവർ നടക്കുന്ന വഴിയൊക്കെ ഈ മൃഗങ്ങളൊക്കെ നോക്കിയാണ് നടക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ശബ്ദമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ക്യാമ്പിൽ വന്നിട്ട് തോക്കെടുത്തുകൊണ്ട് പോയിട്ട് അതിനെ വെടിവെക്കും. എന്നിട്ട് അന്നത്തെ രാത്രിയിൽ ഇവർക്ക് കുശാലമായിട്ട് ഭക്ഷിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ജൂലിയോ ഈ പറയുന്ന തോക്കെടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഷെറി വിചാരിച്ചത്, ഇന്ന് രാത്രി ഏതായാലും ജൂലിയോ എന്തോ കുരങ്ങന്റെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് തോക്കെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്, ഇന്ന് രാത്രി കുശാലായിട്ട് ഇവർക്ക് സദ്യ ഉണ്ണാം എന്നൊക്കെയാണ് ഷെറി വിചാരിച്ചത്. ബാക്കിയുള്ളവരോട് അത് പറയുകയും ചെയ്തു. ജൂലിയോ പോയി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഒരു വെടിവെച്ച ഇവർ കേൾക്കുകയും ചെയ്തു. അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് സന്തോഷമായി. കാരണം ജൂലിയോയ്ക്ക് എന്തോ ഒരു മൃഗത്തെ കിട്ടിയിട്ടുണ്ട്, ഇന്ന് വൈകുന്നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അവരങ്ങനെ ഇതും പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയത്ത് കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ഈ ജൂലിയോ പോയ അതേ വഴിയിൽ നിന്ന് വേറെ 2 ബ്രസീലിയൻസ്, അവർ സാധനങ്ങൾ ചുമന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന ആളുകളാണ്, അവരങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് ഉറക്കെ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, ജൂലിയോ പൈഷോണിനെ വെടിവെച്ചു. നിമിഷ നേരം കൊണ്ട് ആളുകൾ തലങ്ങും വിലങ്ങും ഈ റൂട്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ട് എല്ലാ ആളുകളോടും ഈ ഒരു കാര്യം അറിയിച്ചു. ഈ ജൂലിയോ തോക്കെടുത്തുകൊണ്ട് പോയിട്ട് പൈഷോണിനെ വെടിവെച്ച കാര്യം സകല ആളുകളും 5-10 മിനിറ്റുകൾ കൊണ്ട് അറിഞ്ഞു. കാരണം ഈ റൂട്ടിലൂടെ ഈ ആളുകൾ ഭയന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി എല്ലാ ആളുകളെയും വിവരം അറിയിക്കുകയാണ്. കാരണം ഈ റൂട്ടിൽ മലമ്പാതയാണ്, ഇവരുണ്ടാക്കിയ ഒരു പാതയാണ്. ഈ പാതയിൽ പല സ്ഥലങ്ങളിലായിട്ട് 1-2 പേരൊക്കെയാണ് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ചരക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, ചില ക്യാമ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ആളുകളോടും പോയിട്ട് ഇവർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്ന്. അത് കേട്ടതോടെ ആളുകൾ ഭയപ്പെട്ടു. കാരണം ജൂലിയോ ഇനിയും കൊല്ലാൻ സാധ്യതയുണ്ട്. അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഒരാളെ വെടിവെച്ചിരിക്കുന്നു, അയാൾ മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല. അത് മാത്രമല്ല, ഇനിയും വെടിവെച്ച കേൾക്കാനായിട്ട് സാധ്യതയുണ്ട് എന്നവർക്ക് മനസ്സിലായി. അവന് വൈരാഗ്യമുള്ള വേറെയും ആളുകൾ ഇതേ റൂട്ടിൽ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെന്ത് ചെയ്തു, അവരെല്ലാം ഭയപ്പെട്ടിട്ട് ഈ വഴിയിൽ നിന്ന് മാറിയിട്ട് കാട്ടിനുള്ളിലേക്ക് മാറിയിട്ട് ഒളിച്ചിരുന്നു. കുറേ നേരം ആ കാട്ടിനുള്ളിൽ ഇരുന്നു. എന്നാൽ രണ്ടാമതൊരു വെടിവെച്ച് അവർ കേട്ടില്ല. അതോടുകൂടിയിട്ട് ജൂലിയോയ്ക്ക് എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ജൂലിയോ ഇനി വരില്ല എന്നുള്ളൊരു ധൈര്യത്തിൽ അവർ സാവധാനം ഈ വഴിയിലേക്ക് ഇറങ്ങി വന്നു. ഇതേ സമയം ഈ വാർത്ത അറിഞ്ഞ റൂസ്വെൽറ്റ്, കെർമിറ്റ്, ഷെറി, കഷസൈറ ഒക്കെ ഇരിക്കുന്ന ആ ഒരു ക്യാമ്പിൽ മറ്റൊരു ഭയം കൂടി ഉടലെടുത്തു. കാരണം ഇവരുടെ ക്യാമ്പിനും തൊട്ടരികിലുള്ള മറ്റൊരു താൽക്കാലിക ക്യാമ്പിനും ഇടയിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഈ 2 ക്യാമ്പുകൾക്കിടയിലാണ് ജൂലിയോയും വെടിയേറ്റ പൈഷോണും ഒക്കെ ജോലി എടുത്തുകൊണ്ടിരുന്നത്. മറ്റേ ക്യാമ്പിൽ ഒരാൾ ഒറ്റയ്ക്കാണുള്ളത്, ഈ പെദ്രിനോ എന്ന് പറഞ്ഞ ആള്. പെദ്രിനോയെ ജൂലിയോയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ജൂലിയോ മോഷ്ടിക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്ന ആൾ ഈ പെദ്രിനോയാണ്. പെദ്രിനോ ആണെങ്കിൽ നിരായുധനാണ്. റൂസ്വെൽറ്റ് ഉടൻ തന്നെ, അത്രയും നേരം വയ്യാതെ കിടന്ന മനുഷ്യനാണ്, ഇദ്ദേഹത്തിന്റെ കാലിന് പരിക്കുണ്ട്, നല്ല പനിയുമുണ്ട്. പക്ഷേ ഈ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ വെടിയേറ്റിരിക്കുന്ന ആർക്കാണ്, ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പോൾ വെടിയേറ്റിരിക്കുന്നത്, പൈഷോണിനാണ് വെടിയേറ്റിരിക്കുന്നത്. എന്താണെങ്കിലും റൂസ്വെൽറ്റ് ഉടൻ തന്നെ 2 കാലുകളിലും എഴുന്നേറ്റ് നിന്നു. വയ്യാതെ കിടന്ന റൂസ്വെൽറ്റ് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ഞെട്ടിപ്പോയി. റൂസ്വെൽറ്റ് എന്നിട്ട് പറഞ്ഞു, ഈ എണീറ്റ് നിന്ന ശേഷം റൂസ്വെൽറ്റ് പറഞ്ഞു, തോക്കും എടുത്തുകൊണ്ട് ഞാൻ ഈ വഴി പോകാൻ പോവുകയാണ്. അവനെ കൊന്നേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ പെദ്രൂനയെ കൊല്ലും, ജൂലിയോയെ കൊന്നേ പറ്റുകയുള്ളൂ. വയ്യാത്ത കാലം വെച്ചിട്ട് ജൂലിയോ എവിടെ നിന്നാണോ തോക്കെടുത്തത് അതേ സ്ഥലത്തു നിന്ന് തന്നെ മറ്റൊരു തോക്കെടുത്ത് നിന്നുകൊണ്ടാണ് ഈ റൂസ്വെൽറ്റ് ഇവരോട് ഈ കാര്യമൊക്കെ പറയുന്നത്. പെദ്രിനോയെ രക്ഷിക്കുന്ന കാര്യം ഞാൻ നോക്കിക്കൊള്ളാം,
ബാക്കിയുള്ള ആളുകളെ രക്ഷിക്കുന്ന കാര്യവും വഞ്ചികളുടെ കാര്യമൊക്കെ നിങ്ങൾ നോക്കുക. കാരണം ജൂലിയോ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യും, നമുക്കിട്ട് പണിയാവുന്ന മാക്സിമം കാര്യങ്ങളൊക്കെ അവൻ ചെയ്യും, അതുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഈ ജൂലിയോ എങ്ങോട്ടാണോ പോയത് ആ വഴിയെ ഇദ്ദേഹം ഇത്രയും നേരം വയ്യാതെ കിടന്നിരുന്ന റൂസ്വെൽട്ട് അതിവേഗത്തിൽ തോക്കെടുത്തുകൊണ്ട് പാഞ്ഞങ്ങ് പോയി. ഇരുകാലുകളിൽ എഴുന്നേറ്റ് നിന്ന് റൂസ്വെൽട്ട് ഇതുപോലെ ഓർഡറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സാക്ഷാൽ ഹോണ്ടോൺ പോലും വിരണ്ടു പോകും. അങ്ങനെ ഒരു പ്രകൃതമാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. ഇവർക്ക് ബാക്കിയുള്ളവർക്കൊന്നും പറയാൻ പറ്റിയില്ല. പക്ഷേ ഡോക്ടർ കഷസൈറ എന്ത് ചെയ്തു, ഇദ്ദേഹത്തിന്റെ കയ്യിലൊരു ചെറിയ കൈത്തോക്കുണ്ട്, അതും കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം ഈ റൂസ്വെൽട്ട് പോയ അതേ വഴിയിലൂടെ അദ്ദേഹത്തെ പിന്തുടർന്നു. അധിക സമയം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇരുവരും ഈ പൈസോൺ വെടിയേറ്റ് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഇവർ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കാര്യം മനസ്സിലായി, ആ വെടിയേറ്റ സമയം തന്നെ ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്. കമഴ്ന്നാണ് കിടക്കുന്നത് ചെളിയിൽ. അദ്ദേഹം ഈ പൈസോൺ ചുമന്നുകൊണ്ട് വന്ന സാധനങ്ങളൊക്കെ അവിടെ ചെറുതെ കിടപ്പുണ്ട്. അവർ പൈസോണിനെ നേരെ ആക്കി കിടത്തി. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നെഞ്ചിൻ കൂട് തകർത്താണ് വെടിയുണ്ട അകത്തേക്ക് കയറിയിരിക്കുന്നത്. ഈ പൈസോൺ ജോലിയെടുത്ത് അല്ലെങ്കിൽ ചുമന്നുകൊണ്ട് വരുന്ന സമയത്ത് പുറകിൽ നിന്ന് വന്നിട്ട് ഇദ്ദേഹത്തെ വിളിച്ച് നേരെയാക്കി നിർത്തിയ ശേഷം അപ്പോൾ തന്നെ വെടി പൊട്ടിച്ചതാണ് ഈ ജൂലിയോ. എന്നാണെങ്കിലും ഈ പൈസോണിനെ ഇനി നോക്കിയിട്ട് കാര്യമില്ല, പെദ്രിനോ ഇനി ജീവനോടെ ഉണ്ട്, അവനെ രക്ഷിക്കണം എന്നുള്ള ആ ഒരു ഇതിൽ ഈ റൂസ്വെൽട്ട് എന്ത് ചെയ്തു, കൊലപാതകി എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് അലറിക്കൊണ്ട് പെദ്രിനോ കിടക്കുന്ന ഉള്ള ആ ഒരു ക്യാമ്പ് ലക്ഷ്യമാക്കി അദ്ദേഹം അവിടെ നിന്ന് ഓടുകയാണ്. കാല് വയ്യാത്ത നല്ല പനിയുള്ള റൂസ്വെൽട്ടാണ് ഈ പണിയെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർക്കുക. റൂസ്വെൽട്ടിന് പുറകെ കഷസൈറയും അങ്ങോട്ടേക്ക് പെദ്രിനോ കിടക്കുന്ന ക്യാമ്പിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭാഗ്യത്തിന് പെദ്രിനോ ഇതൊന്നും അറിയാതെ അവിടെ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. ജൂലിയോ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതിൻ്റെ അർത്ഥം ജൂലിയോ ഇതിനിടയ്ക്ക്, അതായത് കൊലപാതകം നടന്ന ആ ഒരു സ്ഥലത്തിന് അരികിൽ എവിടെയോ കാട്ടിനുള്ളിലേക്ക് ഇവൻ പോയി മറിഞ്ഞ് ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ടേക്കാണ് ഇവൻ രക്ഷപ്പെട്ടിരിക്കുന്നത്. പെദ്രിനോയെ കൊല്ലാൻ വേണ്ടിയിട്ട് അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഇവർ 3 പേരും തിരിച്ച് വീണ്ടും ഈ പൈസോൺ മരിച്ചു കിടക്കുന്ന, കൊല്ലപ്പെട്ട് കിടക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു. ഈ ഒരു സമയം കൊണ്ട് ബാക്കിയുള്ള ആ റൂട്ടിലുള്ള ബാക്കിയുള്ള ആളുകളെല്ലാം ഈ വിവരങ്ങൾ അറിയുന്നുണ്ട്. ഈ റൂട്ടിൽ ഏറ്റവും മുന്നിൽ ഉണ്ടായിരുന്നത് നമ്മുടെ ഹോണ്ടോണും ലിറയുമാണ്. അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഹോണ്ടോണും ലിറയും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നടന്ന് ഈ വഴി പൈസോൺ മരിച്ചു കിടക്കുന്ന ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നത്. ആമസോൺ വനത്തിൽ ഒട്ടനവധി യാത്രകൾ നടത്തിയിട്ടുള്ള ആളാണ് ഹോണ്ടോൺ. 100 കണക്കിന് മരണങ്ങൾ അദ്ദേഹം കണ്ടിട്ടുണ്ട്. പക്ഷേ സ്വന്തം ആള് തന്നെ ഈ കൂട്ടത്തിൽപ്പെട്ട മറ്റൊരാളെ വധിക്കുന്നത് ആദ്യമായിട്ടാണ്. ജൂലിയയെ കൊല്ലാനുള്ള ദേഷ്യം ആ ഒരു സമയത്ത് ഹോണ്ടോണിന്റെ കണ്ണുകളിൽ, ശരീര ഭാഷയിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കിർമിറ്റും ബാക്കിയുള്ളവരും പറയുന്നത്. പക്ഷേ ഹോണ്ടോൺ ഒന്നും ചെയ്തില്ല. ഹോണ്ടോണിന്റെ മനസ്സിൽ ഈ ജൂലിയുടെ പുറകെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ജൂലിയയെ വധിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വേറെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളൊരു ധാരണ ഉണ്ടാവാം. കാരണം മുൻ അമേരിക്കൻ പ്രസിഡന്റൊക്കെ ഉള്ള ഒരു യാത്രയാണിത്. കൂടുതൽ കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇദ്ദേഹം ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാവണം ഇദ്ദേഹം ജൂലിയോയെ കൊല്ലുന്ന കാര്യമോ അങ്ങനെയുള്ള ഒരു കാര്യവും പറഞ്ഞില്ല. പക്ഷേ റൂസ്വെൽട്ട്, ഇതേ സമയത്ത് റൂസ്വെൽട്ടിന് ഭയങ്കര ദേഷ്യമാണ്. ഇദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന പൈസോണിനെ ജൂലിയോ നിഷ്കരണം വെടിവെച്ച് കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവനെ ഇപ്പോൾ തന്നെ കൊല്ലണം, അല്ലെങ്കിൽ അവൻ ബാക്കിയുള്ള ആളുകൾക്ക്, പെദ്രിനോ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള ആളുകൾക്ക് അവൻ ഭീഷണിയാണ് എന്നുള്ളൊരു സ്റ്റാൻഡിലാണ് റൂസ്വെൽട്ട് ഉണ്ടായിരുന്നത്. ഇത് കേട്ട ഹോണ്ടോൺ ശാന്തനായിട്ട് പറഞ്ഞു, അത് പറ്റില്ല, കാരണം ഇത് ബ്രസീലാണ്, ഇത് അമേരിക്കയല്ല, അതുകൊണ്ട് നമുക്ക് ഇവനെ പിടികൂടണം, എന്നിട്ട് വിലങ്ങണിയിച്ച് നമുക്ക് കൂടെ കൊണ്ടുപോയിട്ട് പുറം ലോകത്ത് എത്തിയ ശേഷം വിചാരണ ഒക്കെ ചെയ്തിട്ട് അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഹോണ്ടോൺ പറഞ്ഞു. പക്ഷേ ഈ സമയത്ത് റൂസ്വെൽട്ട് പറഞ്ഞു, കൊള്ളാം, എന്നെ തന്നെ നിങ്ങൾ ഒരു വിധത്തിലാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. അതിനിടയ്ക്കാണ് കൊലപാതകമായിട്ടുള്ള ഒരുത്തനെ കൈവിലങ്ങൊക്കെ അണിയിച്ചിട്ട് ഈ യാത്രയിൽ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകാനാണ്? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. തോക്കുമായിട്ട് കറങ്ങി നടക്കുന്ന ജൂലിയോ വലിയൊരു ഭീഷണി തന്നെയാണ്. ഗോത്രവർഗ്ഗക്കാരെക്കാളും വലിയ ഭീഷണി തന്നെയാണ് ജൂലിയോ. അതുകൊണ്ട് അവനെ കണ്ടെത്തി പിടികൂടി വധിക്കണം. ഇതായിരുന്നു റൂസ്വെൽട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഒരു .44 കാലിബർ ഉള്ള വിഞ്ചസ്റ്റർ തോക്കുമായിട്ടാണ് ഈ ജൂലിയോ അകത്തേക്ക് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയോ മറിഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും അവൻ അപകടം വിതയ്ക്കും എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്താണെങ്കിലും ജൂലിയോയെ പിടികൂടണം. അതുകൊണ്ട് ഹോണ്ടോൺ എന്ത് ചെയ്തു, ഇവരുടെ കൂട്ടത്തിലുള്ള 2 ബ്രസീലിയൻസിനെ, ഈ ആമസോണിൽ തന്നെ ജനിച്ചു വളർന്ന 2 പേരെ, നമ്മുടെ ആന്റോണിയോ പെരേസി ഉൾപ്പെടെയുള്ള 2 പേരെ ഈ ജൂലിയോയെ തപ്പിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിയോഗിച്ചു. ജൂലിയോ പോയ വഴിയൊക്കെ ഇവർക്ക് 2 പേർക്കും കണ്ടെത്താനായിട്ട് വിഷമമൊന്നുമില്ല. കാരണം ഇവിടെ ജനിച്ചു വളർന്ന ആളുകളാണ്. അവർക്ക് ഈ കാട്ടിൽ എങ്ങനെയൊക്കെയാണ് വഴികൾ പോകുന്നത് എന്ന് അവർക്കറിയാം. അവരെന്ത് ചെയ്തു, ഈ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ജൂലിയോ പോയ വഴിയൊക്കെ ഈ ചെടികളും കമ്പുകളൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ട് ഇവർ പിന്തുടർന്നു. ജൂലിയോയെ അവർക്ക് കണ്ടെത്താൻ വേണ്ടി സാധിച്ചില്ല. പക്ഷേ തോക്ക് വഴിയിൽ നിന്ന് ഇവർക്ക് കിട്ടി. വെപ്രാളത്തിന് ഓടിയ ജൂലിയുടെ കയ്യിൽ നിന്നും തോക്ക് എവിടെയെങ്കിലും മരത്തിലോ കമ്പിലോ ഒക്കെ തട്ടിയിട്ട് താഴെ പോയതാണ്. എന്നിട്ട് ജൂലിയോ അങ്ങ് ഓടിപ്പോയി. പക്ഷേ ഇവർ കാൽപ്പാടുകളൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ജൂലിയോ ഈ തോക്ക് കിടക്കാനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി. പക്ഷേ തോക്ക് കിടക്കുന്ന സ്ഥലം വരെയും ജൂലിയോയ്ക്ക് എത്താൻ സാധിച്ചില്ല. അതിന് മുമ്പ് ഒരു പക്ഷേ റൂസ്വെൽട്ട് അവിടെ എത്തിയിട്ടുണ്ടാവണം. അദ്ദേഹത്തിൻ്റെ ശബ്ദവും പിന്നെ പുറകെ വന്ന കഷസഹിത അവരുടെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയന്ന ജൂലിയോ തോക്കെടുക്കാതെ തന്നെ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ടാവണം. എന്താണെങ്കിലും തോക്ക് തിരികെ കിട്ടിയതോടെ ആളുകൾക്ക് ആശ്വാസമായി. ജൂലിയോ ഒരു ഭീഷണിയല്ല എന്ന് മനസ്സിലാക്കിയതോടെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൈസോണിനെ മാന്യമായിട്ട് സംസ്കരിക്കുക എന്നുള്ളതാണ്.
ഇതിനു മുമ്പ് ഇവർക്ക് സിമ്പിൾ സിഒയെ നഷ്ടപ്പെട്ടു, പക്ഷേ ഈ ശരീരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാന്യമായിട്ട് സംസ്കരിക്കണം. ഇവരെന്ത് ചെയ്തു? ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ചെറിയ ചെറിയ ടൂൾസൊക്കെ വെച്ചിട്ട് വലിയൊരു കുഴി ഇവർ മണിക്കൂറുകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ഈ പൈഷോണിൻ്റെ ശരീരം ഇവരെല്ലാവരും കൂടെ കൂടിയിട്ട്, അതായത് ഹോണ്ടോണ്, നമ്മുടെ റൂസ്വെൽട്ട്, കെർമിറ്റ്, കെഷസൈറ, ലിറ, അങ്ങനെയുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു വിധത്തിൽ ഇദ്ദേഹത്തിൻ്റെ ശരീരം ഇവർ ഈ കുഴിയിലേക്ക് ഇറക്കി വെച്ചു. അങ്ങനെ കറക്റ്റായിട്ട് വെച്ച ശേഷം ഇവർ മാന്യമായിട്ട് ഇദ്ദേഹത്തെ സംസ്കരിച്ചു. ഇതിനുശേഷം പതിവ് പോലെ തന്നെ ഹോണ്ടോൺ ഒരു നീണ്ട പ്രഭാഷണമൊക്കെ നടത്തി. അതിനുശേഷം ഇദ്ദേഹം പറഞ്ഞ് മുന്നിലൂടെ ഒഴുകുന്ന പുഴ, പുറകിൽ കാണുന്ന മല, ഇതിനെല്ലാം ഇനി ഈ പൈഷോണിൻ്റെ പേരായിരിക്കും ഉണ്ടാകുക, പൈഷോൺ ഹിൽസ്, പൈഷോൺ റാപ്പിഡ്സ് എന്നിങ്ങനെ. അങ്ങനെ പല കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇവർ മാന്യമായിട്ട് പ്രാർത്ഥനകൾ ചൊല്ലി ഈ പൈഷോണിനെ അവിടെ സംസ്കരിച്ചു. ദെൻ വി ലെഫ്റ്റ് ഹിം ഫോർ എവർ അണ്ടർ ദ ഗ്രേറ്റ് ട്രീസ് ബിസൈഡ് ദ ലോൺലി റിവർ എന്നാണ് റൂസ്വെൽട്ട് ഇതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എന്നാൽ ജൂലിയോ വീണ്ടും ഒരു ഭീഷണിയായിട്ട് തുടരും എന്ന് ഉറപ്പാണ്. അവനെ വേണമെങ്കിൽ ഇവരുടെ ബോട്ടുകൾ അഴിച്ചു കളയാം, അല്ലെങ്കിൽ രാത്രിയിൽ ആരും അറിയാതെ ക്യാമ്പുകളിൽ കയറി വന്നിട്ട് മറ്റൊരു തോക്കെടുത്തുകൊണ്ട് പോകാം, അല്ലെങ്കിൽ ആളുകൾ ജോലി എടുക്കുന്ന സമയത്ത് ഇവർ മലയുടെ ചെരുവിൽ കൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചരക്കുകൾ കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ സമയത്ത് തള്ളി താഴേക്കിടാം. അങ്ങനെ പല പണികൾ ജൂലിയയ്ക്ക് ഇനി ചെയ്യാനായിട്ട് പറ്റും. കാരണം അവൻ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരാളെ കൊല്ലുക, കാട്ടിലേക്ക് ഓടുക എന്നൊക്കെ പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾ ചെയ്യുന്ന പണിയല്ല. അതുകൊണ്ട് ജൂലിയോ ഭ്രാന്തനാണ് എന്ന് ഇവർക്ക് മനസ്സിലായി. അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ജൂലിയോയുടെ ഭീഷണി ഇങ്ങനെ നിലനിൽക്കുന്ന സമയത്ത് രാത്രി എങ്ങനെ കിടന്ന് ഉറങ്ങാനാണ്? അന്നത്തെ രാത്രി ഒരു കാലരാത്രിയായിരുന്നു. കാരണം ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പൈഷോൺ വധിക്കപ്പെട്ടിരിക്കുകയാണ്. ജൂലിയോ എന്ന് പറയുന്ന ഒരു കൊലയാളി ഈ ഇരുട്ടിൽ കറങ്ങി നടപ്പുണ്ട്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ പറയുന്ന സിന്താലാറുകൾ മറ്റൊരു വശത്തുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ആർക്കും അന്നത്തെ രാത്രി ഉറക്കം വന്നില്ല. പെരുമഴയും തുടങ്ങി. ഇതിനിടയ്ക്ക് റൂസ്വെൽട്ടിന്റെ പനിയും വർദ്ധിച്ചു.